Indian Economic Development, Chapter 2. That is Indian economy from 1950 to 1990. 1950 മുതൽ 90 വരെയുള്ള ഇന്ത്യൻ ഇക്കോണമി ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 50 മുതൽ 90 വരെ. Second chapter of Indian economic development. You know, we got independence on August 15th, 1947. After independence, the leaders of independent India had to decide the type of economic systems suitable for our nation. അപ്പൊ അവിടെ മുന്നിൽ വന്ന ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ലീഡേഴ്സിന്റെ മുന്നിൽ വന്ന ആദ്യ പ്രശ്നം എന്തായിരുന്നു? വിച്ച് ടൈപ്പ് ഓഫ് എക്കണോമിക് സിസ്റ്റം ഷുഡ് ബി അപ്ലൈഡ് ഇൻ അവർ കൺട്രി? ഏത് ഇക്കണോമിക് സിസ്റ്റമാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? അവരുടെ മുന്നിൽ വന്ന ആദ്യ പ്രശ്നമാണത്. There are 3 economic systems. 3 economic system ഉണ്ട്. ഒന്നേതെന്നറിയാം? ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം അല്ലെ ക്യാപിറ്റലിസം. അതർ സെക്കൻഡ് വൺ സോഷ്യലിസം, സോഷ്യലിസ്റ്റ് സിസ്റ്റം. തേർഡ് വൺ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം. ക്യാപിറ്റലിസം പ്ലസ് സോഷ്യലിസം, മിക്സഡ് ഇക്കോണമി. മിക്സ്ചർ ഓഫ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം, ദാറ്റ് ഇസ് മിക്സഡ് ഇക്കോണമി. ഓക്കെ, അല്ലാതെ മിക്സറാണ് മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം. ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കണമല്ലോ. നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ വന്ന ഒരു അല്ലെ നമുക്ക് ഡിസിഷൻ എടുക്കേണ്ടി വന്ന ഒരു കാര്യമായിരുന്നു അത്. അപ്പോ കാരണം ആ സിസ്റ്റം എങ്ങനെയുള്ള സിസ്റ്റം ആയിരിക്കണം? വി ഷുഡ് സെലക്ട് ആൻ ഇക്കണോമിക് സിസ്റ്റം വിച്ച് ഷുഡ് പ്രൊമോട്ട് വെൽഫെയർ അല്ലെ ഓഫ് ആൾ പീപ്പിൾ rather than a few. കുറച്ചുകൂടെ വെൽഫെയർ മാത്രം പോരാ. The welfare of the entire people should be our aim. അങ്ങനെ ഒരു എയിം ആണ് നമുക്ക് വേണ്ടത് അല്ലേ? സോ വിച്ച് സിസ്റ്റം എൻഷുവേഴ്സ് സച്ച് an equality, welfare for all? എല്ലാവർക്കും വെൽഫെയർ ഉണ്ടാക്കുന്ന സിസ്റ്റം ഏതാണ് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടിയിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്സ് എക്കണോമിക് സിസ്റ്റംസ് ഉണ്ട്. ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം. അപ്പോൾ ജവഹർലാൽ നെഹ്റു നമ്മുടെ ആദ്യത്തെ അല്ലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഒരു വലിയ ലീഡർ ആയിരുന്നു, അറിയാമല്ലോ. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം? അദ്ദേഹത്തിന് കൂടുതലായിട്ട് അദ്ദേഹം ഫേവർ ചെയ്യുന്നത് സോഷ്യലിസം അപ്പീൽഡ് ടു ജവഹർലാൽ നെഹ്റു ദ മോസ്റ്റ്. അദ്ദേഹത്തിന് സോഷ്യലിസം ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. സോഷ്യലിസം എന്ന് പറയുമ്പോൾ അവിടെ വെൽഫെയർ മോട്ടിവേഷൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അല്ലേ? വെൽഫെയർ മോട്ടിവേഷനിൽ ഊന്നൽ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് സോഷ്യലിസ്റ്റ് സിസ്റ്റം, സോഷ്യലിസം എന്ന് പറയുന്നത്. എസൻഷ്യലി പ്ലാൻഡ് ഇക്കോണമി, ഒരു പ്ലാൻഡ് ഇക്കോണമിയും കൂടിയാണ്. അപ്പൊ അങ്ങനെ ഒരു സോഷ്യലിസം. അപ്പൊ ഹി വാസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ദി കൈൻഡ് ഓഫ് സോഷ്യലിസം എസ്റ്റാബ്ലിഷ്ഡ് ഫോർമർ സോവിയറ്റ് യൂണിയൻ. പഴയ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന സിസ്റ്റം അല്ല അദ്ദേഹം ഫേവർ ചെയ്തത്. അവിടെ സോഷ്യലിസം ഉണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയൻ. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇവിടെ അവിടെ എന്താണ്? വേറെസ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഓൾ ദി ഫാക്ടറീസ് അല്ല ഫാക്ടറീസ്, ഫാംസ് കൺട്രി വുഡ് ഓൺഡ് ബൈ ദ ഗവൺമെന്റ്. അതാണ് അവിടെ. അപ്പൊ അവിടെ കംപ്ലീറ്റ് എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആരാണ് ഓൺ ചെയ്യുന്നത്? ഒരു സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെ അവിടെ ഓൺ ചെയ്യുന്നത് ഗവൺമെന്റ് അല്ലെ, ഗവൺമെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു നോട്ട് ഇൻ ഫേവർ ഓഫ് ജവഹർലാൽ നെഹ്റു വാസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ദി സോഷ്യലിസം എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഫോർമർ സോവിയറ്റ് യൂണിയൻ. അവിടെ എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഗവൺമെന്റ് മാത്രമേ കൈകാര്യം ചെയ്തു. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് യാതൊരു റോളുമില്ല. പ്രൈവറ്റ് ഫേംസ് ഓർ ഇൻഡിവിജ്വൽസ് ഹാവ് നോ റോൾ ടു പ്ലേ ഇൻ എ സോഷ്യലിസ്റ്റ് ഇക്കോണമി. അല്ല, അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലല്ലോ. പക്ഷെ നമ്മുടെ രാജ്യം ഡെമോക്രാറ്റിക്
ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അല്ലേ. അവർ കൺട്രി ഇസ് എ ഡെമോക്രാറ്റിക് കൺട്രി. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ എ ഡെമോക്രസി ലൈക്ക് ഇന്ത്യ ഫോർ ദ ഗവൺമെന്റ് ടു ചേഞ്ച് ദ ഓണർഷിപ്പ് പാറ്റേൺ of land and other properties of a citizen the way that was done in Soviet Union. Soviet Union ചെയ്ത പോലെ അങ്ങനെ ഒരു മാറ്റം പെട്ടെന്ന് വരുത്താൻ ഒക്കില്ല. സോഷ്യലിലേക്ക് നമ്മൾ ഊന്നൽ കൊടുക്കണം. emphasis should be given to socialism. എന്നാൽ പെട്ടെന്ന് ഓണർഷിപ്പ് എടുത്തോട്ട് കംപ്ലീറ്റ് ഗവൺമെന്റിലേക്ക് മാറ്റാൻ പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതാ സൂട്ടബിൾ ആയിട്ടുള്ളത് പറയൂ. അപ്പൊ ലീഡേഴ്സ് ചിന്തിച്ചു, a system which is suitable for our country is mixed economic system, in which the government's role should be greater role government കൊടുക്കണം. എന്നാൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും റോളുണ്ട്. പക്ഷെ ഗവൺമെന്റ് അത്ര റോളില്ല. emphasis should be given to socialistic pattern of society, and this private property should be also allowed to some extent. അപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി അലോ ചെയ്യണം എന്ന് പറഞ്ഞ് മെയിനായിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി മാത്രമല്ല, മേജർ റോൾ ഇല്ല. പ്രൈവറ്റ് ഓണർഷിപ്പ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ മേജർ റോൾ ഇല്ല. എന്നാൽ രണ്ടും മിക്സായി വരും. പബ്ലിക് എന്റർപ്രൈസിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പബ്ലിക് സെക്ടറിന് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രൈവറ്റ് സെക്ടറും കൂടെ ഓപ്പറേറ്റ് ചെയ്യും. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ബോത്ത് വിൽ ഓപ്പറേറ്റ് സൈഡ് ബൈ സൈഡ്. ഓക്കെ, അതാണ് നമ്മൾ തീരുമാനിച്ച എക്കണോമിക് സിസ്റ്റം. അപ്പൊ അങ്ങനെ ഒരു ഇക്കണോമിക് സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു വേണമെന്ന് നമ്മൾ തീരുമാനിച്ചു. ഓക്കെ, അതാണ് നമ്മൾ തീരുമാനിച്ച ഇക്കണോമിക് സിസ്റ്റം. അപ്പൊ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റമാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പൊ ഈ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റത്തിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്ത്യ അപ്പൊ എന്തായിരിക്കണം? ഇന്ത്യ വുഡ് ബി എ സോഷ്യലിസ്റ്റ് കൺട്രി വിത്ത് എ സ്ട്രോങ് പബ്ലിക് സെക്ടർ ബട്ട് ആൾസോ വിത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഡെമോക്രസി. പ്രൈവറ്റ് പ്രോപ്പർട്ടി വേണം, ഡെമോക്രസിയും വേണം. ജനാധിപത്യം അല്ലേ? ജനാധിപത്യ രാഷ്ട്രമാണല്ലോ. ഇന്ത്യ ഒരു വലിയൊരു ജനാധിപത്യ രാഷ്ട്രമാണ് ലോകത്തിൽ അല്ലേ. largest democratic countries of the world, India. One of the largest democratic countries of the world, that is India. അപ്പോൾ ഡെമോക്രസി നമുക്ക് വേണം, അതോടൊപ്പം തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി വേണം, എന്നാൽ സ്ട്രോങ് പബ്ലിക് സെക്ടർ വേണം. പബ്ലിക് സെക്ടർ സ്ട്രോങ് ആയിരിക്കും. അതാണ് മിക്സഡ് ഇക്കോണമി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മിക്സഡ് ഇക്കോണമിയിലേക്ക് പോകുന്നു നമ്മൾ. അങ്ങനെ ആ മിക്സഡ് ഇക്കോണമി നമ്മൾ അവിടെ കൊണ്ടുവരുന്ന അങ്ങനെ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റത്തിൽ അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ മോസ്റ്റ് ഇക്കോണമീസ് ആർ പ്രസന്റ് ഇക്കോണമീസ്, മോസ്റ്റ് ഓഫ് ദി പ്രസന്റ് ഇക്കോണമീസ് ആർ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റംസ് ഫോളോയിങ് മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം. അവിടെയൊക്കെ മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം ഉള്ള ഇക്കോണമികളാണ് ഇപ്പോൾ ഉള്ളത്. ഗവൺമെന്റ് ആൻഡ് ദ മാർക്കറ്റ് ടുഗദർ ആൻസർ ദ questions of what to produce, how to produce, for whom to produce. Economic problems, basic economic problems or central problems. മൂന്ന് സെൻട്രൽ പ്രോബ്ലം ഉണ്ട് എല്ലാ ഇക്കോണമിയിലും. What to produce, how to produce, for whom to produce, what goods and services are to be produced, in what quantities they are to be produced, how to produce, which technology is applied, choice of technology, capital intensive or labor intensive technology. ഇതിൽ ഏത് വേണം? കൂടുതൽ ക്യാപിറ്റലും കുറച്ച് ലേബറും, അതോ കൂടുതൽ ലേബറും കുറച്ച് ക്യാപിറ്റലോ വേണ്ടത്? കൂടുതൽ ലേബർ കുറച്ച് ക്യാപിറ്റൽ, ലേബർ ഇൻറ്റൻസീവ്. കൂടുതൽ ക്യാപിറ്റൽ കുറച്ച് ലേബർ ഉപയോഗിക്കുന്നു, അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. കൂടുതൽ ലേബർ ഉപയോഗിച്ചാൽ ലേബർ ഇൻറ്റൻസീവ്, കുറച്ച് അല്ലേ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത്. കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത് കുറച്ച് ലേബർ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയും. ഇതിൽ ഏത് വേണം? ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം, ഹൗ ടു മേക്ക് ദ ഡിസ്ട്രിബ്യൂഷൻ ഫെയർ. ഡിസ്ട്രിബ്യൂഷൻ ഫെയർ ആക്കണം. The producer goods and services will be distributed among the members of the society, in a just manner, or just ആയിട്ട്. അവിടെ ജസ്റ്റിസ് വേണം, ഇക്വാളിറ്റി വേണം. അതാണ്. അപ്പൊ ആ മൂന്ന് പ്രശ്നം. അപ്പൊ നമുക്കിവിടെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ കൊണ്ടുവന്നു. എപ്പോഴെന്നറിയോ? 48 ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി 48 ആൻഡ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫ്ലക്റ്റഡ് ദിസ് ഔട്ട്ലുക്ക്. നമ്മൾ ഈ പറഞ്ഞ ഔട്ട്ലുക്കിലേക്കാണ് പോയത്. നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി 48 ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. പക്ഷെ നമുക്ക് 56 ഇൻഡസ്ട്രിയൽ പോളിസിയാണ് വളരെ പ്രധാനപ്പെട്ട സെക്കൻഡ് ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ പോളിസി ആയിരുന്നു 56. അത് നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കണം. നമ്മൾ കഴിഞ്ഞ് പഠിക്കും. നമ്മൾ ആദ്യം പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കും. പ്ലാൻ എന്താണ്? ഗോൾസ് ഓഫ് പ്ലാനിങ് ഇത് വരുന്നതാണ്. ദിസ്
this chapter covers planning. What is planning? Aims അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓർ ഗോൾസ് ഓഫ് 5-year plans. 5-year പ്ലാൻസിന്റെ ഗോളുകൾ എന്താണ്? പിന്നെ അഗ്രികൾച്ചർ സെക്ടർ പരിശോധിക്കും, ഇൻഡസ്ട്രി സെക്ടർ പരിശോധിക്കും, ട്രേഡ് പരിശോധിക്കും. അതുമാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ അപ്പം ഫോളോ ചെയ്ത പോളിസി അറിയാലോ. നമ്മൾ ഫോളോ ചെയ്ത ഇക്കണോമിക് സിസ്റ്റം എന്തായിരുന്നു? മിക്സഡ് ഇക്കണോമിക് സിസ്റ്റം. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 48 വന്നു. പിന്നെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അതെല്ലാം ഇതിന് പ്രാധാന്യം കൊടുക്കും. പബ്ലിക് സെക്ടർ ഊന്നൽ കൊടുക്കുകയും അല്ലെ, എന്നാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് അലോ ചെയ്യുകയും ചെയ്തുകൊണ്ട് അല്ലെ, മാർക്കറ്റും അതുപോലെ തന്നെ ഗവൺമെന്റും കൂടെ ഒരുമിച്ച് നിന്നോട് പ്രവർത്തിക്കും. ഓക്കെ, എന്നിട്ട് സോൾവ് ചെയ്യും, എക്കണോമിക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. So government and the market together answer the 3 basic questions, basic problems എന്ന് പറയുമ്പോൾ will be solved by അല്ലേ, ഗവൺമെന്റ് ആൻഡ് മാർക്കറ്റ്. ഈ രണ്ടുപേരും ചേർന്നാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ പ്ലാനിലേക്ക് പോവുകയാണ്. പദ്ധതി 5-year പ്ലാൻ നമ്മൾ ഫോളോ ചെയ്തു. നമ്മുടെ സോവിയറ്റ് യൂണിയനാണ് മാതൃകയാക്കിയത് കേട്ടോ പദ്ധതി. ഇവിടുന്നാണ് കടമെടുത്തത്. അപ്പോ 1950 പ്ലാനിംഗ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ വിത്ത് എ പ്രൈം മിനിസ്റ്റർ ആസ് ഇറ്റ് ചെയർപേഴ്സൺ. നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്നു. പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു അല്ലേ. പിന്നെ കാലാകാലങ്ങളിൽ മാറി വന്ന പ്രൈം മിനിസ്റ്റർ എല്ലാം ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയി. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുന്നു, നമ്മളിപ്പം വന്ന ഒരു മാറ്റമാണ് നമുക്കറിയാം. ഓൺ January 1st, 2015 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറയും. അങ്ങനെ ഒരു പുതിയ അല്ലെ പോളിസിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. തിങ്ക് ടാങ്ക് പോളിസി. അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇപ്പം പ്ലാനിംഗ് കമ്മീഷൻ ഇല്ല. അറ്റ് പ്രസന്റ് ദർ ഇസ് നോ പ്ലാനിംഗ് കമ്മീഷൻ. ഇപ്പോൾ നമ്മൾ പഴയ കാര്യമാണ് പഠിക്കുന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ന കാര്യങ്ങൾ അതായിട്ടാണ് പഠിക്കും. 5-year പ്ലാൻസുമായിട്ട് നമ്മൾ പഠിക്കും. ഇപ്പൊ ഇത് നമ്മൾ ഈ തരണത്തിൽ ഓർമ്മിക്കണം. January 1, 2015 നമ്മൾ കൊണ്ടുവന്ന പുതിയ ഒരു പോളിസിയാണ് എന്താണ്? നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അവിടെ നമ്മൾ അല്ലെ എന്താ ചെയ്യുന്നത്? റീപ്ലേസ് ചെയ്തുകൊണ്ട്, പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് കൊണ്ടുവന്ന ഒരു പുതിയ പോളിസിയാണ് കേട്ടോ. മറക്കരുത്, നീതി ആയോഗ് എന്ന്. വാട്ട് ഈസ് പ്ലാൻ? പ്ലാൻ മൂലം നമ്മൾ തുടങ്ങുക. അപ്പൊ നമ്മൾ ഈ വർഷം ഓർമ്മിക്കുക, 1950 ഓർമ്മിക്കണം. പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ 5-year പ്ലാൻസ് തുടക്കം കുറിക്കാനായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്നു. പ്ലാനിംഗ് കമ്മീഷൻ ജോലി പ്ലാനുകൾ നടത്തുക എന്നുള്ളതാണ്. നമ്മൾ ഫോളോ ചെയ്ത 5-year പ്ലാനുകളാണ്, 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന പദ്ധതികൾ അല്ലെ. അതിന് കുറെ ലക്ഷ്യങ്ങൾ, അപ്പൊ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് കാണും ഓരോ പദ്ധതികൾ. എന്നാൽ ജനറൽ ഒബ്ജക്റ്റീവ്സും കാണും. അപ്പൊ നമ്മൾ ഈ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പ്ലാനിലേക്ക് പോകാം. അത് കഴിഞ്ഞ് അതിന്റെ ഒബ്ജക്റ്റീവ്സിലേക്ക്. വാട്ട് ഈസ് എ പ്ലാൻ? എന്താണ് പ്ലാൻ? നമ്മളൊക്കെ സാധാരണ പറയണം പ്ലാൻ എന്താ പ്ലാൻ എന്താ? SSLC കഴിഞ്ഞു, ഇനി അടുത്ത പ്ലാൻ എന്താ നമ്മൾ ചോദിക്കും. നമ്മുടെ പ്ലാൻ. അപ്പൊ ഗവൺമെന്റിന് ഒരു പ്ലാൻ ഉണ്ട് അല്ലേ. അപ്പോ ആ പ്ലാൻ എന്താണ്? A plan spells out how the resources of a nation should be put to use. How the available resources, you know, the available resources scarce. But resources are scarce, limited. So, we have to utilize the available scarce resources the best possible manner. അത് നല്ല രീതിയിലേക്ക് അത് വിനിയോഗിക്കണം. അപ്പൊ എങ്ങനെ വിനിയോഗിക്കാം വിഭവങ്ങളെ? അതാണ് പ്ലാൻ അല്ലെ ലക്ഷ്യമാക്കുന്നത്.
പ്ലാനിന്റെ പ്രധാനമായ പ്ലാൻ എന്ന് പറഞ്ഞത് തന്നെ അതാണ്. നമ്മൾ പ്ലാൻ ചെയ്യുക. വി ആർ പ്ലാനിങ് ടു യൂട്ടിലൈസ് ദ റിസോഴ്സ്, ടു യൂസ് ദ റിസോഴ്സ് ദ ബെസ്റ്റ് മാനർ. നല്ല രീതിയിൽ എങ്ങനെ വിനിയോഗിക്കാം, എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക. How the efficient utilization of the available resource can be made. അതാണ് പറയുന്നത് പ്ലാൻ. പ്ലാൻ എന്താണ്? spells out how the resource of a nation should be put to use. ഓക്കെ, പറക്കെ ഇന്ത്യയിൽ പ്ലാനുകൾ എന്ന് പറയുന്നത് 5 year പ്ലാൻസ് ആയിരുന്നു. 5 year ഡ്യൂറേഷൻ ആണ്, 5 years ഡ്യൂറേഷൻ. സോ ദേ ആർ കാൾഡ് 5 year പ്ലാൻസ്. 5 വർഷം കൊണ്ട് ഡ്യൂറേഷൻ ആണ്, 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന പദ്ധതികൾ. A plan should be completed within 5 years. So 5 years duration it has, a plan has. So it is called 5 year plans. We borrowed it from the former Soviet Union. The pioneer in national plan, ഒരു pioneer ആണ്, വളരെ എക്സ്പെർട്ടുകളാണ്. നാഷണൽ പ്ലാനിങ് കൊണ്ടുവരാൻ തന്നെ എക്സ്പെർട്ട് അല്ല സോവിയറ്റ് യൂണിയൻ. എസ്റ്റ് വൈൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയും, പഴയ സോവിയറ്റ് യൂണിയൻ, ഫോർമർ സോവിയറ്റ് യൂണിയൻ. USSR എന്നാണ് അറിയപ്പെടുന്നത്. സെപ്പറേറ്റ് ആയിട്ട് റഷ്യ പ്രത്യേകമായ രാഷ്ട്രമായി. അവർ പ്ലാൻ ഡോക്യുമെന്റ്സ് കണ്ടോ, നോട്ട്ലി സ്പെസിഫൈ ദ ഒബ്ജക്റ്റീവ്സ് ടു ബി അറ്റൈൻഡ് ഇൻ 5 years, ബട്ട് വാട്ട് ഈസ് ടു ബി അച്ചീവ്ഡ് ഓവർ എ പീരിയഡ് ഓഫ് 20 years. അപ്പോൾ 5 years നമ്മൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണം, 20 years ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം. ഇതിന് പീരിയഡ് ഓഫ് 20 years, 20 വർഷം. ഇപ്പൊ 20 വർഷം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതിനെ നമുക്ക് പറയാം പെർസ്പെക്റ്റീവ് പ്ലാൻ എന്ന് പറയും, ലോങ് ടേം പ്ലാൻ. പ്ലാൻ നമുക്ക് രണ്ടിടത്ത് ഇരിക്കാം, ഷോർട്ട് ടേം, ലോങ് ടേം. ഷോർട്ട് ടേം പ്ലാനും ഉണ്ട്, ലോങ് ടേം പ്ലാൻ. ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ 5 year പ്ലാനുകളുണ്ടല്ലോ, പ്രത്യേകം പ്രത്യേകം. ഇപ്പൊ നമ്മൾ 51 ഫസ്റ്റ് 5 year പ്ലാൻ ആരംഭിച്ചു, 56 അവസാനിച്ചു, 51, 56, പിന്നെ 56 തുടങ്ങി അല്ലെ, 61 അവസാനിച്ചു. അപ്പൊ ഇങ്ങനെ പോയ പ്ലാനുകൾ 12th പ്ലാൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 2012, 2017 ആയപ്പോൾ നമ്മൾ 12th പ്ലാൻ കംപ്ലീറ്റ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പീരീഡിലെല്ലാം തന്നെ നമ്മൾ ചെയ്ത കുറെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായി. അത് ഷോർട്ട് ടേമുള്ള അല്ലെ, മൊത്തപ്പോൾ 5 വർഷത്തിനകം കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കുക. പക്ഷെ 20 വർഷമൊക്കെ എടുത്താലോ അത് ലോങ് ടേം ആണ്. അതിന്റെ പെർസ്പെക്റ്റീവ് പ്ലാൻ എന്ന് പറയും. അപ്പൊ ഈ ജനറൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ പെർസ്പെക്റ്റീവ് പ്ലാനിൽ വരുന്നതാണെന്ന് പറയാം അല്ലെ. ജനറൽ അത് ജനറലാണ്, മറ്റേ സ്പെസിഫിക് ആണ്. അപ്പൊ ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കും ലോങ് ടേം പറയുമ്പോൾ ജനറൽ ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് കാണും, മനസ്സിലായില്ലേ. ഇങ്ങനെ 20 years കൊണ്ടുപോകുമ്പോൾ ലോങ് ടേം. ഇനി ഗോൾസ് ഓഫ് 5 year പ്ലാൻസ്, ഗോളുകൾ നോക്കാം. നമ്മളെ ശരിക്കും പറയുന്ന ഗോൾസ് പറയുമ്പോൾ ജനറൽ ആയിട്ടുള്ളതാണ് നോക്കുന്നത്. ഗോൾസ് ഓഫ് 5 year പ്ലാൻസ് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ പ്ലാനിലും കാണും, ജനറൽ ആയിട്ടുള്ള കുറെ ഗോളുകളും കാണും. ഇത് നമ്മൾ ജനറൽ ആയിട്ട് മൊത്തത്തിൽ നോക്കുക, എല്ലാത്തിനും മിക്കവാറും ഇതെല്ലാം ഉണ്ടാവും. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി എന്ന് പറയും. ഗ്രോത്ത് 1, മോഡേണൈസേഷൻ 2, സെൽഫ് റിലയൻസ് 1, ഇക്വിറ്റി 4. 4 ഒബ്ജക്റ്റീവ്സ്, ഗോൾസ്. ഇത് എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ ഇത് ഗോളുകളായിട്ട് നമ്മൾ എടുക്കും. പോളിസീസ് ഓഫ് ദ പ്ലാൻസ് ഡു നോട്ട് കോൺട്രാഡിക്ട് ദീസ് 4 goals. എന്ന് പറഞ്ഞാൽ പ്ലാനേഴ്സ് ഹാവ് ടു എൻഷുർ, അവർ എൻഷുർ ചെയ്യണം എപ്പോഴും പ്ലാനേഴ്സ് അല്ലേ. ഇതെല്ലാം ഉണ്ടാകണം. ഈ പറയുന്ന നമ്മൾ ഓരോന്നായിട്ട് ഗ്രോത്ത് 1 ഫസ്റ്റ്. ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? refers to increase in the country's capacity to produce output of goods and services. അതാണ് നമ്മുടെ കപ്പാസിറ്റി within the country. What is growth? Refers to increase in the country's capacity. Capacity കൂടണം കൺട്രിയുടെ to produce output. ഫുഡ്സ് ആൻഡ് സർവീസിന്റെ അല്ലെ ഔട്ട്പുട്ട്. ഫുഡ്സ് ആൻഡ് സർവീസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം, ആ കപ്പാസിറ്റി കൂട്ടണം. അതുകൊണ്ട് GDP ആയിട്ട് എടുക്കണം. GDP ആയിട്ടാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയും അല്ലെ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അത് മണി വാല്യൂ ആണല്ലോ.
of all the goods and services produced within the domestic territory of a country during a year. That is GDP. And നമ്മൾ GDP എന്ന് പറയും. അപ്പോൾ GDP കിട്ടുന്നത് ഡിഫറെന്റ് സെക്ടേഴ്സിൽ നിന്നാണ് ഓഫ് ദി ഇക്കോണമി. അല്ലെ, അഗ്രികൾച്ചർ സെക്ടർ ഉണ്ട്, ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ട്, സർവീസ് സെക്ടർ ഉണ്ട്. അതായത് പ്രൈമറി, സെക്കൻഡറി, ടെറഷറി, 3 സെക്ടർ. ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? GDP കിട്ടുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഈച്ച് ഓഫ് ദീസ് സെക്ടേഴ്സ് അത് നമ്മൾ പറയും സ്ട്രക്ചറൽ കോമ്പോസിഷൻ എന്ന് പറയും. വാട്ട് ഈസ് സ്ട്രക്ചറൽ കോമ്പോസിഷൻ? കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ അല്ലെ ഈച്ച് സെക്ടർ. ഈ 3 സെക്ടറും കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ GDP-യിലേക്ക് എത്ര പെർസെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യും? How much percentage of GDP is contributed by these sectors? Agriculture sector, like primary sector, agriculture and allied occupation വരും അതിൽ, secondary sector, industrial sector, tertiary, service. അതാണ് സ്ട്രക്ചറൽ കോമ്പോസിഷൻ. അപ്പോൾ അതിനകത്ത് സ്ട്രക്ചറൽ കോമ്പോസിഷൻ ഉണ്ട്, GDP-യുടെ ഭാഗത്ത്. അപ്പോൾ ആ GDP എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ആണ് അല്ലേ, ഇൻഡെക്സ് ഓഫ് ഗ്രോത്ത്. ഗ്രോത്തിന്റെ ഇൻഡെക്സ് ഏതാണ്? GDP, അളവുകോൽ. അതുകൊണ്ട് GDP-യുടെ കാര്യം നമുക്ക് പറയാം. സെക്കൻഡ്, രണ്ടാമത്തത് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. അതെന്താണെന്നറിയാം? നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ to increase production of goods and services, the producers have to adopt new technology, adoption of new technology, modernization. പുതിയ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ അപ്ലൈ ചെയ്യണം അല്ലേ? അല്ലെ പഴഞ്ചൻ വിദ്യ വെച്ചുകൊണ്ടിരുന്നാൽ മതിയാ? ഇപ്പൊ എന്തെല്ലാം വിദ്യകൾ കണ്ടുപിടിച്ചു അല്ലേ നമ്മള്. പണ്ട് ഇനി അഗ്രികൾച്ചറിൽ തന്നെ ഉണ്ടായിരുന്ന പണ്ട് ഈ പ്ലവ് ആൻഡ് ബുള്ളക്ക് അതൊന്നും ഇന്നില്ല. കലപ്പയും അല്ലേ, കാളയും കലപ്പയും നില ഉഴുന്നു. ഇപ്പോഴാണ് മോഡേൺ അല്ലെ, മെഷീനറി ഉണ്ട്. ഇപ്പോൾ ട്രാക്ടർ, സോയിങ് മെഷീൻ, ഹാർവെസ്റ്റിംഗ്, ക്രഷർ അല്ലേ, ഇതെല്ലാം പുതിയ പുതിയ മെഷീൻസ് ആണ് അപ്ലൈ. JCB അല്ലെ, മണ്ണൊക്കെ ഇടിക്കാൻ JCB, പിന്നെ കമ്പ്യൂട്ടറൈസേഷൻ, IT മേഖലയുടെ വികാസം, ഇതൊക്കെ പുതിയ പുതിയ അല്ലെ ടെക്നോളജിക്കൽ റെവല്യൂഷൻ ടേക്ക് പ്ലേസ്. റോബോട്ട്സുകൾ അല്ലെ, എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വഴിവെക്കും. അതാണ് മോഡേണൈസേഷൻ. വാട്ട് ഈസ് മോഡേണൈസേഷൻ? യൂസിങ് ഓഫ് ന്യൂ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. മനസ്സിലായി? അഡോപ്റ്റ് ന്യൂ ടെക്നോളജി, പുതിയ പുതിയ ടെക്നോളജികൾ അപ്ലൈ ചെയ്യണം ഇൻസ്റ്റെഡ് ഓഫ് ഓൾഡ് വൺസ്. പഴയതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പുതിയത്. ഇൻഫർമേഷൻ ടെക്നോളജി മാത്രം മാറ്റങ്ങൾ വന്നു. നമ്മളിപ്പോൾ എന്തെല്ലാം ആപ്ലിക്കേഷൻസ് കാണുന്നു, കണ്ടിട്ടും കേട്ടില്ലാത്ത. ഇപ്പൊ തന്നെ ഇപ്പൊ ഈ അല്ലെ സൂമിലും ഗൂഗിൾ മീറ്റിലൊക്കെ അറിയാനുള്ള ക്ലാസ് എടുക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്. നമ്മള് മനസ്സിൽ പോലും വിചാരിച്ചോളൂ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ഒക്കെ വേണ്ടി വരുമെന്ന് അല്ലെ. ഇപ്പം കംപ്ലീറ്റ് ഓൺലൈൻ ക്ലാസ്സാണ് എല്ലാം നടക്കുന്നത് അല്ലെ. നോക്കി എന്ത് സൗകര്യമാണ്, വീട്ടിൽ തന്നെ ഇരുന്ന് പഠിപ്പിക്കാം. കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം അല്ലെ, സ്കൂളിലും കോളേജിലൊന്നും പോകണ്ട, സുഖം. അപ്പൊ അങ്ങനെ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ഈ ന്യൂ മെത്തേഡ്സ് മാത്രമല്ല, അവിടെ ന്യൂ ടെക്നോളജി ആപ്ലിക്കേഷൻ മാത്രമല്ല, യൂസ് ഓഫ് ന്യൂ ടെക്നോളജി മാത്രമല്ല, ഡസ് നോട്ട് റെഫർ ടു ഓൺലി ദ യൂസ് ഓഫ് ന്യൂ ടെക്നോളജി, പിന്നെയോ ബട്ട് ആൾസോ ചേഞ്ചസ് ഇൻ ദ ഔട്ട്ലുക്ക്. സോഷ്യൽ ഔട്ട്ലുക്ക് മാറണം. റെക്കഗ്നിഷൻ ഓഫ് ദ വിമൻ ഷുഡ് ഹാവ് ദ സെയിം റൈറ്റ്സ് ടു മെൻ. സോഷ്യൽ സ്റ്റാറ്റസ് കൂടെ ഉയർത്തണം, ഔട്ട്ലുക്ക് മാറണം. സ്ത്രീകളുടെ സ്റ്റാറ്റസ്, എംപവർമെന്റ് ഓഫ് വുമൻ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കണം. സ്ത്രീ ശാക്തീകരണം അല്ലേ, സ്ത്രീകൾ ഇന്ന് എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുക, പുരുഷനോടൊപ്പം തന്നെ. പണ്ടാണ് സ്ത്രീകളെല്ലാം പിന്നിലായിരുന്നു, പുരുഷന്മാർക്ക് മേധാവിത്വം ഉണ്ടായിരുന്നു. അത് മാറിയിപ്പോ അല്ലേ, അതും മാറി. ഇപ്പൊ സ്ത്രീകൾക്ക് പുരുഷൻ തുല്യത, ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയും, ലിംഗസമത്വം, അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അതാണ് നമുക്ക് ഇന്ന് വേണ്ടത്. അതിന് ഇൻഡെക്സ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ജെൻഡർ ബേസ്ഡ് ഇൻഡെക്സ് ആണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. സാമ്പത്തിക പുരോഗതി, വുമൻ ഷുഡ് ഹാവ് ദ സെയിം റൈറ്റ്സ് ആസ് മെൻ, അതും ഇതിനകത്ത് വരും. സോഷ്യൽ സ്റ്റാറ്റസ് അല്ല, ഔട്ട്ലുക്കിലെ ചേഞ്ചസ് ഇൻ ഔട്ട്ലുക്ക്, സോഷ്യൽ ഔട്ട്ലുക്ക്. അപ്പോൾ മോഡേണൈസേഷൻ 2 കാര്യങ്ങളുണ്ട്, ന്യൂ ടെക്നോളജിയും സോഷ്യൽ ഔട്ട്ലുക്കിലെ ചേഞ്ച് മാർക്കറ്റ്. ഓക്കെ, മറ്റേ സ്ട്രക്ചറൽ കോമ്പോസിഷൻ, GDP-യുടെ വർത്തമാനം സ്ട്രക്ചറൽ കോമ്പോസിഷൻ ഏതില്? സെൽഫ് റിലയൻസ്,
ഈ സെൽഫ് റിലയൻസ് എന്നറിയാം. നമ്മൾ പണ്ടൊക്കെ ഈ നമുക്ക് ഗ്രോത്ത് മോഡേണൈസേഷൻ മാത്രം പോലെ സെൽഫ് റിലയൻസ് വേണം. പണ്ടൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തു, ഫോറിൻ കൺട്രീസ് ഡിപ്പെൻഡ് ചെയ്തു കേട്ടോ. അമേരിക്കയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തു. എന്തിനു വേണ്ടി? ഫുഡ് സപ്ലൈസിന് വേണ്ടി. ഫുഡിന് വേണ്ടി പോലും നമ്മൾ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. അല്ലാത്തൊരവസ്ഥയായിരുന്നു അല്ലേ? അപ്പോ നമ്മൾ അത് ഒഴിവാക്കണം. മനസ്സിലായി? അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇക്കണോമിക് ഗ്രോത്തും മോഡേണൈസേഷനും ഒപ്പം തന്നെ നമ്മുടെ സ്വന്തം റിസോഴ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തും. ബൈ യൂസിങ് അവർ ഓൺ റിസോഴ്സസ് we should produce the goods and services that we need to meet the demands of the people of our country. We have to produce the goods within our country and thereby try to meet the wants of the people. ജനങ്ങളുടെ ആവശ്യകത അങ്ങനെ എന്ന് പറഞ്ഞാൽ without depending on foreign countries, especially for food items. അതിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്തു. ഫുഡ് സപ്ലൈസിന് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാനേ പാടില്ല. കാരണം ഫോറിൻ ക്യാപിറ്റലും ഫോറിൻ ടെക്നോളജിയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഇന്ത്യ സോവറിറ്റി വൾണറബിൾ ആയി പോകും അല്ലേ? ഇവിടെ ഫോറിൻ ഇന്റർഫിയറൻസ് കയറി വരും നമ്മുടെ പോളിസി. ഇപ്പൊ അതും തിരിച്ച് വന്നിട്ടുണ്ട് പഴയത് കേട്ടോ. ഇപ്പം ഫോറിൻ ക്യാപിറ്റലൊക്കെ ഒരുപാട് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ 1990 പോളിസി വന്നപ്പോൾ ന്യൂ എക്കണോമിക് പോളിസി ഒന്നും മാറി മറിഞ്ഞു. ഇത് ആദ്യമുള്ള കാര്യം ഈ പറയാം. അന്ന് ഈ പൂർണ്ണമായ ഡിപ്പെൻഡൻസ് ഇല്ലാതാക്കുക എന്നുള്ള ഒരു പോളിസികൾ നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ഫോറിൻ ക്യാപിറ്റലും ഫോറിൻ ടെക്നോളജി ഒന്നും തന്നെ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല അല്ലെ? അല്ല. അപ്പൊ നമ്മുടെ സോവറിറ്റി പോകും, നമ്മുടെ പരമാധികാരം നഷ്ടപ്പെടുകയാണ്. അതാണ് സെൽഫ് റിലയൻസ്. നമ്മൾ തന്നെ ആശ്രയിക്കുക, മറ്റുള്ളവരെ ആശ്രയിക്കാതെ. നമ്മുടെ രാജ്യത്തിനകത്ത് ആവശ്യമായ സാധനങ്ങൾ സേവനങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യും, നമ്മുടെ റിസോഴ്സ് ഉപയോഗിച്ചു. മനസ്സിലല്ലേ? By utilizing the resources, our own resources, we have to meet the wants of the people, of our economy. നമ്മുടെ ഇക്കോണമിയിലെ ജനങ്ങളുടെ വാൻസുകളെ മീറ്റ് ചെയ്യും വിതൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതർ കൺട്രീസ്. സാധാരണ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് പരമാവധി കുറയ്ക്കുക അല്ലേ? ഇറക്കുമതി ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ നീക്കാം. ഫോറിൻ കൺട്രി അധികം ഡിപ്പെൻഡ് ചെയ്യണം, ഫോറിൻ ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യണം. അതാണ് സെൽഫ് റിലയൻസ്. പിന്നെ ഇക്വിറ്റി, നാലാമത്തെ. ഈ ഇക്വിറ്റി പറഞ്ഞ എന്താണെന്ന് അറിയോ? നമുക്കിവിടെ 2 സെക്ഷൻ ഉണ്ടല്ലേ? മിക്കുള്ള രാജ്യങ്ങളൊക്കെ 2 സെക്ഷൻ ഉണ്ട്. 2 sections ഓഫ് പീപ്പിൾ. ആരൊക്കെയാണത്? റിച്ച് ആൻഡ് പുവർ. അപ്പൊ നമുക്ക് ഇൻഷുർ ചെയ്യണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഇൻഷുർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇക്കണോമിക് പ്രോസ്പെരിറ്റി റീച്ച് ദ പുവർ സെക്ഷൻസ്. Economic prosperity benefit, fruits of economic development should reach the poor section of the community. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട്, അവരുടെ അടുത്തേക്ക് എത്തണ്ടേ ബെനിഫിറ്റുകൾ അല്ലേ? ഇപ്പം ഗ്രോത്ത് മോഡേണൈസേഷൻ സെൽഫ് റിലയൻസ് മാത്രം പോരാ, ഇക്വിറ്റിയും കൂടെ വേണം. ഇക്വിറ്റി ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അഡീഷൻ ടു ഗ്രോത്ത് മോഡേണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ്. അതിന് പുറമെ ഇതും കൂടി വേണം. Every Indian should meet his or her basic needs. എന്തൊക്കെ ബേസിക് നീഡ്സുകൾ പറഞ്ഞേ? ഫുഡ്, ഡീസന്റ് ഹൗസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ അല്ലേ? ആൻഡ് റിഡക്ഷൻ ഓഫ് ഇന്നീക്വാളിറ്റി. ഇവിടെ ഇന്നീക്വാളിറ്റി ഇല്ലായ്മ ചെയ്യണം, ബേസിക് നീഡുകൾ മീറ്റ് ചെയ്യണം, എന്നാൽ ഇക്വിറ്റി വരുമോ? റിച്ചർ സെക്ഷൻ മാത്രം. സപ്പോസ് റിച്ചർ ആർ ഗെറ്റിംഗ് റിച്ചർ ആൻഡ് റിച്ചർ ആൻഡ് പൂർ ആർ ഗെറ്റിംഗ് പൂർ ആൻഡ് പൂർ. ദാറ്റ് സിറ്റുവേഷൻ ഇസ് കോൾഡ് ഇന്നീക്വാളിറ്റി അല്ലേ? ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ. ഇൻകത്തിലും വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഇന്നീക്വാളിറ്റി വന്നു പോയാൽ നല്ല രക്ഷയുണ്ടോ അല്ലേ? ഇവിടെ റിച്ച് മാത്രം റിച്ച് ആയിക്കൊണ്ടിരിക്കും, പൂർ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് ചെന്ന് വീഴും. പാവപ്പെട്ടവർ, പണക്കാർ മാത്രം ഇങ്ങനെ ഒന്നിലൊന്ന് അല്ലേ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ ഒരു സ്ഥിതിവിശേഷം നമുക്ക് അവോയ്ഡ് ചെയ്തേ മതിയാവും. അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? അവിടെ ഇന്നീക്വാളിറ്റി ഇല്ലായ്മ ചെയ്യുക. ബേസിക് നീഡുകൾ, ഫുഡിന്റെ, ഡീസന്റ് ഹൗസ് വേണം, ക്ലോത്തിങ്, ഇതൊക്കെ ബേസിക് നീഡുകളാണ്. ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം. ഇപ്പൊ നമുക്ക് ബേസിക് നെസസിറ്റിയിൽ എഡ്യൂക്കേഷനും ഉണ്ട്, ഹെൽത്തും ഉണ്ട്, ആരോഗ്യം വേണം, നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷൻ വേണം, അത് നല്ലൊരു ജോലി കിട്ടാൻ നമ്മളെ സഹായിക്കും അല്ലേ? നോളജ്, സ്കിൽ ഡെവലപ്മെന്റ്, ഇത്രയും.
ഓക്കെ, അതാണ് ഇക്വിറ്റി. അപ്പം 4 ഒബ്ജക്റ്റീവ്സ്, ജനറൽ ആയിട്ടുള്ള 4 ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് പോകാം അഗ്രികൾച്ചറിലേക്ക്. ഈ പോളിസി മേക്കേഴ്സ് അടുത്ത ചെയ്തതെന്നറിയോ, അഗ്രികൾച്ചർ ഡെവലപ്മെന്റിലേക്കായിരുന്നു. കാരണം അഗ്രികൾച്ചർ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ദർ ആർ മെനി പ്രോബ്ലംസ് ഇൻ അഗ്രികൾച്ചർ. നമ്മൾ പഠിച്ചതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. സ്റ്റാഗ്നേഷൻ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ. അഗ്രികൾച്ചർ അല്ല, ദർ വാസ് സ്റ്റാഗ്നേഷൻ ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ. ഇന്ത്യൻ അഗ്രികൾച്ചറിൽ സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നു. ഇറിഗേഷൻ ഫെസിലിറ്റി ഇല്ലായിരുന്നു, അല്ലേ? പ്രിമിറ്റീവ് മെത്തേഡാണ് അപ്ലൈ ചെയ്തിരുന്നത്, ട്രഡീഷണൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്തിരുന്നു, പഴഞ്ചൻ രീതികൾ ഉപയോഗിച്ചിരുന്നു, അല്ലേ? ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചിരുന്നില്ല, പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും ഉപയോഗിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഇതുണ്ടായിരുന്നു, സെമീൻദാരി സിസ്റ്റം ഉണ്ടായിരുന്നു, അല്ലേ? ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, അത് വളരെ ഡിഫക്റ്റീവായ സിസ്റ്റമായിരുന്നു. കർഷകനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത സിസ്റ്റം, ഇതൊക്കെ ഒന്ന് പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ഈ അഗ്രികൾച്ചറിൽ ഒരു മാറ്റം വേണം. അപ്പൊ നമുക്കിവിടെ ലാൻഡ് റീഫോംസ് കൊണ്ടുവരണം, അഗ്രികൾച്ചർ റെവല്യൂഷൻ കൊണ്ടുവരണം. അപ്പൊ ഈ 2 മാറ്റങ്ങൾ നമ്മൾ ചിന്തിച്ചത്. അതിന് ഒന്ന് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയും, ലാൻഡ് റീഫോംസും ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ നമുക്ക് എന്താ, റെവല്യൂഷൻ ഉഷാർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട്, അല്ലെ, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും. MS സ്വാമിനാഥൻ എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചർ സയന്റിസ്റ്റിന്റെ പേര് നമ്മൾ എപ്പോഴും ഓർമ്മ. നോർമൻ ബോർലോഗ്, അദ്ദേഹം എന്ന് പറയുന്ന വേൾഡിൽ തന്നെ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നതാണ്. പക്ഷേ നമ്മുടെ MS സ്വാമിനാഥൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്, അഗ്രികൾച്ചർ സയന്റിസ്റ്റ്, പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിലെ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവരാൻ സഹായിച്ചതാണ്. ലാൻഡ് റീഫോമുകളും ഗ്രീൻ റെവല്യൂഷൻ, അഗ്രികൾച്ചർ എന്ന മാറ്റം. ലാൻഡ് റീഫോംസ് ആദ്യം നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, at the time of independence, the land tenure system was characterized by zamindars. The zamindari system who merely collected rents from the actual tillers of the soil without contributing in the on the farm. ഫാമിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ അവരെന്ത് ചെയ്തു, ടില്ലേഴ്സ് ഓഫ് ദ സോയിൽ, കർഷകന്റെ നിന്ന്, പാവപ്പെട്ട കുടിയാന്മാർ, അല്ലെ, അവരിൽ നിന്നും റെന്റ് കളക്ട് ചെയ്തു, അമിതമായ റെന്റ്. നമ്മൾ പഠിച്ചത്. അപ്പൊ അഗ്രികൾച്ചർ ഇക്വിറ്റി വേണം. അഗ്രികൾച്ചർ ഇക്വിറ്റി കൊണ്ടുവന്ന് ലാൻഡ് റീഫോംസ് വേണം. അപ്പൊ ഇക്വിറ്റി ഇൻ അഗ്രികൾച്ചർ കാൾഡ് ഫോർ ലാൻഡ് റീഫോംസ്. അപ്പൊ ലാൻഡ് റീഫോംസ് എന്താണ്? പ്രൈമർലി റെഫർ ടു ചേഞ്ച് ഇൻ ദി ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ഹോൾഡിങ്സ്. അവിടെ ലാൻഡ് ഹോൾഡിങ്സിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യണം. അപ്പൊ ലാൻഡ് റീഫോമാണ്. ഓണർഷിപ്പ് മുഴുവൻ ആർക്കാണ്? സെമീൻദാസിന്റെ കയ്യിലായിരുന്നു, അല്ലേ? സെമീൻദാരി സിസ്റ്റം, മഹൽബാരി സിസ്റ്റം, റോയൽബാരി സിസ്റ്റം, അങ്ങനെ 3 സിസ്റ്റമാണ്. അതിൽ പ്രധാന സെമീൻദാരി സിസ്റ്റമായിരുന്നു പഠിച്ചത്. 3 സിസ്റ്റം ഉണ്ട്. ഇതിൻ്റെയൊക്കെ അണ്ടർലൈൻ പർപ്പസ് ഒക്കെ ഒന്ന് തന്നെയല്ല. അപ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ തന്നെയായിരുന്നു. ടില്ലേഴ്സ് ഓഫ് ദ സോയിലിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും കർഷകൻ. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുവരേണ്ടത് കുറച്ച് മാറ്റങ്ങൾ കൊണ്ട്, ലാൻഡ് റീഫോംസ് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധിക്കും. ഒന്ന്, അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്. അവിടെ ഇന്റർമീഡിയറികൾ അബോളിഷ് ചെയ്യണം. റെഗുലേഷൻസ് ഓൺ റെന്റ് റെഗുലേറ്റ് ചെയ്യണം. റെന്റ് റെഗുലേഷൻ ഒന്നും ഇല്ലായിരുന്നല്ല, ഇഷ്ടംപോലെ റെന്റ് അവർ കളക്ട് ചെയ്തു. അതിനൊരു ലിമിറ്റ് ഒന്നുമില്ല. ഹൈ റെന്റാണ് കളക്ട് ചെയ്തത് ഫാർമറിന്. പിന്നെ ലാൻഡ് സീലിംഗ് വേണം. കൈവശം വയ്ക്കേണ്ട ഭൂമിക്ക് പരിധി നിർണ്ണയിക്കും. കൺസോൾട്ടേഷൻ ഓഫ് ഹോൾഡിംഗ്, അൺഇക്കണോമിക് ഹോൾഡിങ്സ്, ചെറിയ മുറിച്ചിട്ട തുണ്ടായി മുറിക്കപ്പെട്ട ഹോൾഡിങ്സിനെല്ലാം കൂടെ എന്ത് ചെയ്യണം? കൺസോൾട്ടേറ്റ്, ഒരുമിച്ചാക്കണം. എന്നാലേ മോസ്റ്റ് മോഡേൺ മെത്തേഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ. ട്രാക്ടർ പോലുള്ള സംഭവങ്ങൾ, മെഷീനൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുമിച്ചാണ്. അതിന് ഹോൾഡിങ്സ് കൺസോൾട്ടേഷൻ. പിന്നെ കോപ്പറേറ്റീവ് ഫാമിംഗ്, സഹകരണ കൃഷി സമ്പ്രദായം കൊണ്ടുവരും. വളരെ മെച്ചമാണ്. അതാണ് ലാൻഡ് റീഫോംസ് വരുന്നത്. അപ്പൊ ലാൻഡ് റീഫോംസ് ഇതാണ് പ്രധാനം, അല്ലേ? ഈ ലാൻഡ് റീഫോംസ് എന്ന് പറയുന്നത് ശരിക്ക്, അല്ലേ, പ്രധാനമായിട്ട് വരുന്ന ഇതൊക്കെ സെമീൻദാരി സിസ്റ്റം അബോളിഷ് ചെയ്യുക, റെന്റിനെ റെഗുലേറ്റ് ചെയ്യുക, അല്ലേ? പിന്നെ അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് ഏറ്റവും പ്രധാനമാണ്. ഇന്റർമീഡിയറ്റ് ആരാ? സെമീൻദാർസ്. ആൻഡ് മേക്ക് ദ ടില്ലേഴ്സ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. അതിന്റെ പ്രധാനമാണ് കർഷകനെ ലാൻഡിന്റെ ഓണറാക്കി മാറ്റും.
ലാൻഡ് സീലിംഗ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പ്രൊമോട്ട് ഇക്വിറ്റി, അഗ്രികൾച്ചർ സെക്ടർ ഇക്വിറ്റി കൊണ്ട് ലാൻഡ് സീലിംഗ്. ഇവിടെ ഫിക്സിംഗ് ദ മാക്സിമം സൈസ് ഓഫ് ലാൻഡ് വിച്ച് കുഡ് ബി ഓൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. എന്താണ് ലാൻഡ് സീലിംഗ്? ഒരു വ്യക്തി കൈവശം വയ്ക്കാവുന്ന ലാൻഡ് അളവ് ഫിക്സ് ചെയ്യും. അതാണ് ലാൻഡ് സീലിംഗ്. പർപ്പസ് എന്താണ്? റെഡ്യൂസ് കോൺസെൻട്രേഷൻ ഓഫ് ലാൻഡ് ഓണർഷിപ്പ് ഫ്യൂ ഹാൻഡ്സ്. കുറച്ചുകൂടെ കയ്യിൽ മാത്രം, പട്ടാടി ലാൻഡ് ലോഡ്സിന്റെ കയ്യിൽ മാത്രമേ ലാൻഡ് ഉള്ളൂ. കർഷകന്റെ ലാൻഡ് ഇല്ല, ഭൂമി ഇല്ലാത്ത കർഷകനാണ്, സ്വന്തമായിട്ട് ഭൂമിയില്ല. മറ്റുള്ളവരുടെ ഭൂമിയിൽ അല്ലെ കൃഷി ചെയ്യാൻ വിധിക്കപ്പെട്ട അല്ലെ കുറേ കർഷകർ നമ്മൾ രാജ്യത്തുണ്ടായിരുന്നു ഇൻഡിപെൻഡൻസിന് മുമ്പ്. ആ അവസ്ഥ മാറ്റിയെടുക്കണം. അപ്പൊ ലാൻഡ് സീലിംഗ് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് ലാൻഡ് ഓണർഷിപ്പ് നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യുക. ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ. കുറച്ചുകൂടെ കയ്യിൽ മാത്രമായിട്ട് ലാൻഡ് ഇരിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം, ഇല്ലാതാണ്, കുറയ്ക്കണം. ലാൻഡ് സീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ ലാൻഡ് റീഫോം കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമില്ല. എന്താണ്? പ്രൈമറിലി റെഫർ ടു ചേഞ്ച് ഇൻ ദ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ഹോൾഡേഴ്സ്. ലാൻഡ് കൊണ്ട് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുക. ലാൻഡ് സീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ലാൻഡ് സീലിംഗിന്റെ പ്രധാന പർപ്പസ് റെഡ്യൂസ് കോൺസെൻട്രേഷൻ ഓഫ് ലാൻഡ് ഓണർഷിപ്പ് ഇൻ എ ഫ്യൂ ഹാൻഡ്സ്. ഈ ലാൻഡ് റീഫോംസ് എന്ന് പറയുന്നത് കേരള, വെസ്റ്റ് ബംഗാൾ ഇവിടെ സക്സസ്ഫുൾ ആയി. വേർ സക്സസ്ഫുൾ ഇൻ കേരള ആൻഡ് വെസ്റ്റ് ബിക്കോസ് ദീസ് സ്റ്റേറ്റ്സ് ഹാഡ് ഗവൺമെന്റ്സ് കമ്മിറ്റഡ് ടു ദ പോളിസി ഓഫ് ലാൻഡ് ടു ദ കിങ്. അവിടെ ഗവൺമെന്റ് സ്ട്രോങ് ഗവൺമെന്റ് ആയിരുന്നു. ഈ സ്ട്രോങ് ഗവൺമെന്റ് അത് കമ്മിറ്റ് ചെയ്തു. ആ പോളിസിയിലേക്ക് ഗവൺമെന്റ് ആ പോളിസിയിലേക്ക് കമ്മിറ്റ് ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതർ സ്റ്റേറ്റ്സ് ഡിഡ് നോട്ട് ഹാവ് ദ സെയിം ലെവൽ ഓൺ ദ കമ്മിറ്റ്മെന്റ്. ആ ഒരു കമ്മിറ്റ്മെന്റ് വന്നില്ല. അപ്പം വാസ്റ്റ് ഇനീക്വാളിറ്റി അവിടെ വന്നു. ലാൻഡ് ഹോൾഡിംഗ് കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് ഒരു ചെറിയൊരു ലിമിറ്റേഷൻ അതിനുണ്ട്, ഒരു പരിമിതി. അതൊരു പരിമിതി, ഒരു ഡ്രോബാക്ക് തന്നെയാണ്. ലാൻഡ് റീഫണ്ട് ഡ്രോബാക്കാണ്. കേരളയിലും വെസ്റ്റ് ബംഗാളിലൊക്കെ വളരെ സക്സസ് ആയിരുന്നു, വിജയപ്രദമായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കുകയാണെങ്കിൽ അത്രത്തോളം വിജയപ്രദമായിരുന്നില്ല. അത് ഗവൺമെന്റ് ലെവലിലുള്ള ചില അപാകതകളാണ്. അതാണ് ആ കമ്മിറ്റ്മെന്റ് ഇല്ലായിരുന്നു. അതാണ് ഇവിടെ നല്ല കമ്മിറ്റ്മെന്റ് ഇല്ല. ഓക്കെ, മനസ്സിലായ ലാൻഡ് റീഫോം. ഇനി ഗ്രീൻ റെവല്യൂഷൻ. ഈ ഗ്രീൻ റെവല്യൂഷൻ തോന്നുന്നില്ല, ഹരിത വിപ്ലവം. ഈ റെവല്യൂഷൻ ഒരുപാടുണ്ട് കേട്ടോ. ഗ്രീൻ റെവല്യൂഷൻ മാത്രമല്ല, ഗ്രീൻ കളർ ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആണ് വരുന്നത് അല്ലേ, ഗ്രീൻ കളർ. വൈറ്റ് റെവല്യൂഷൻ എന്താണ്? മിൽക്ക്, ഇൻക്രീസ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ. ബ്ലൂ റെവല്യൂഷൻ എന്താണ്? ബ്ലൂ കളർ ഏതാ? സീ, സമുദ്രം, ഫിഷ് പ്രൊഡക്ഷൻ. ഇങ്ങനെ കുറെ കളർ വെച്ച് ഒരുപാട് റെവല്യൂഷൻസ് ഉണ്ട്. കളർ നോക്കിയിട്ടാണ് റെഡ് റെവല്യൂഷൻ, ബ്ലൂ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ, ഗ്രേ റെവല്യൂഷൻ, സിൽവർ റെവല്യൂഷൻ. സിൽവർക്ക് മുട്ടയിടാണ്, മുട്ട, എക്സ്. ഒരുപാടുണ്ട്, നമുക്ക് അതിലേക്ക് പോകണ്ട. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വൈറ്റ് റെവല്യൂഷനാണ് മനസ്സിലാക്കണം. വൈറ്റ് റെവല്യൂഷൻ എന്നുവെച്ചാൽ ഗ്രീൻ റെവല്യൂഷൻ പറഞ്ഞാൽ ബീറ്റ് റെവല്യൂഷൻ ആണ് വേറെ. ഗോതമ്പ് വിപ്ലവം. ഗ്രീൻ റെവല്യൂഷൻ വേറൊരു പേര് ക്രിട്ടിക്സ് പറഞ്ഞിരിക്കുന്ന അത് വീറ്റ് റെവല്യൂഷൻ ആയിരുന്നു. വൈറ്റ് റെവല്യൂഷൻ പാലിന്റെ ഉത്പാദനം. ഓക്കെ, അപ്പൊ അങ്ങനെ. അപ്പൊ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? അത് ഭയങ്കരമായിട്ടൊരു മാറ്റം ഉണ്ടാക്കി. സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ വാസ് ബ്രോക്കൺ. അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ ഉണ്ടായിരുന്നല്ലോ, ദാറ്റ് വാസ് പെർമനന്റ്ലി ബ്രോക്കൺ. പൂർണ്ണമായിട്ടൊന്ന് മാറ്റി ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ ഉഷർ ചെയ്യുന്നുണ്ട് അല്ലേ, തേർഡ് ഗ്രീൻ റെവല്യൂഷൻ. നമ്മൾ ശരിക്കും ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവരുന്നത് 1966 ആ വർഷം ഫസ്റ്റ്. അതുപോലെ അത് ഒരു മിഡ് 60s 70s, മിഡ് 70s ആൻഡ് 80s ആണ് പോകുന്നത്. രണ്ട് ഫേസുകളുണ്ട് ഗ്രീൻ റെവല്യൂഷൻ. 65, 75, 75, 85 കാലം. അപ്പോൾ ഫേസസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ 2, രണ്ട് ഫേസുകളുണ്ട് ഗ്രീൻ റെവല്യൂഷൻ. ഒന്ന് ഫസ്റ്റ് ഫേസ് മിഡ് 60s ആൻഡ് മിഡ് 70s, 70കൾ, 60കളിലും 70കളും എൻ്റെ മധ്യം. ഇപ്പൊ 65, 75, 75 അങ്ങനെ പറയാം. പിന്നെ 75, 85 സെക്കൻഡ് ഫേസ്. മിഡ് 70s ആൻഡ് അപ് ടു മിഡ് 80s എന്ന് പറയും. ഇപ്പൊ ഗ്രീൻ റെവല്യൂഷൻ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ഇപ്പൊ ഗ്രീൻ റെവല്യൂഷൻ എന്താണ്? അപ്പൊ വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ? Large increase in the production of food grains resulting from the use of high yielding variety seeds, HOEV seeds.
ഫോർ വീറ്റ് ആൻഡ് റൈസ്, പ്രധാനമായിട്ടും ഗോതമ്പും അരി അല്ലെങ്കിൽ ഗോതമ്പും നെല്ല്, ഇതിന്റെ സീഡുകൾ, അതാണ് ഹൈ ഈൽഡിങ് പറയും, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ. നമ്മളിപ്പോഴും പറയണം ജയ എന്നൊക്കെ പറയും, ജയ അരി, IR8 അല്ലേ, IR8 എന്ന് പറയാറ്. ഗോതമ്പിന്റെ അന്നപൂർണ്ണ എന്ന് പറഞ്ഞൊരു ഗോതമ്പ് വിത്തുണ്ട്. ഇത് പുതിയ സീഡുകളാണ് അവിടെ കൊണ്ടുവന്നത്, ഹൈ ഈൽഡിങ് അത്യുൽപാദന സീഡുകൾ കൊണ്ടുവന്നത്. HIV സീഡ് എന്ന് പറയും, വീട്ടിന്റെ റൈസ്. അത് ഉപയോഗിച്ചുകൊണ്ട് അഗ്രികൾച്ചർ വർദ്ധിപ്പിച്ചതിന് ഗ്രീൻ റെവല്യൂഷൻ. വാട്ട് ഇസ് ഗ്രീൻ റെവല്യൂഷൻ? വാട്ട് ഇസ് ഗ്രീൻ റെവല്യൂഷൻ? എ ലാർജ് ഇൻക്രീസ് അല്ലേ, എ ജംപ് ഇൻ ദി അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് from the use of high yielding variety seeds, especially for wheat and rice. യൂസ് ഓഫ് ദീസ് സീഡ്സ്. അപ്പൊ ഈ സീഡ്സുകൾക്ക് നമുക്ക് എന്ത് വേണമായിരുന്നു? റിക്വയർ ദ യൂസ് ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്സ് in correct quantities, as well as regular supply of water, വെള്ളം വേണം. Application of these inputs in a correct proportions, correct proportion അപ്ലൈ ചെയ്യണം. അതിന് ആവശ്യമായ ഫെർട്ടിലൈസർ ആവശ്യമാണ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആവശ്യമാണ്, മനസ്സിലായല്ലേ? വെള്ളം ആവശ്യമാണ്. ഇതെല്ലാം തന്നെ കറക്റ്റ് പ്രൊപ്പോർഷനിലേക്ക് നമ്മൾ അല്ലെ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകൂ. മനസ്സിലായല്ലേ? അപ്പൊ ഫാർമേഴ്സ് ഹൂ കുഡ് ബെനിഫിറ്റ് ഫ്രം HIV സീഡ്സ്. HIV ആണ്, HIV ആയി പോലും. HIV ആയ ഹ്യൂമൻ ഇമ്മ്യൂൺ വൈറസ് ആയി. HIV എന്താണ്? ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ് ആണ് HIV. അപ്പൊ HIV സീഡ്സുകൾ അവിടെ അപ്ലൈ ചെയ്യും. റിലയബിൾ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആസ് വെൽ ആസ് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഫിനാൻഷ്യൽ റിസോഴ്സ് ആവശ്യമാണ്, ക്രെഡിറ്റ് ഫെസിലിറ്റീസ് വേണം. പണ്ടെങ്കിൽ ലാൻഡ് ലോഡ്സ് എല്ലാം നമ്മൾ ആശ്രയിച്ചിരുന്നു, അതൊക്കെ മാറും. ഫെർട്ടിലൈസർ വേണം, പെസ്റ്റിസൈഡ്സുകൾ, കീടനാശിനികൾ വേണം. അതെല്ലാം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആസ് എ റിസൾട്ട് ഫസ്റ്റ് ഫേസ് ഓഫ് ദി ഗ്രീൻ റെവല്യൂഷൻ 60s-ലും 70s-ലും മിഡ് 60s 70s HIV സീഡ്സുകൾ നമ്മൾ അല്ലേ അങ്ങനെയൊക്കെ കൊടുത്തു, അപ്ലൈ ചെയ്തു. അപ്പൊ ഇതിന്റെ മെറിറ്റുകൾ അപ്പൊ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കൂ. ഫ്യൂച്ചേഴ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ നോക്കൂ. ഒന്ന്, യൂസ് ഓഫ് ഹൈ ഈൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ്, use of chemical fertilizers, adequate irrigation facilities, പിന്നെ എന്താണ് പെസ്റ്റിസൈഡ്സ് അല്ലെ ആൻഡ് ഇൻസെക്ടിസൈഡ്സ്, ന്യൂ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ട്. അങ്ങനെ 5 പോയിന്റ് പറയും. ഇതിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഒന്നുകൂടെ, യൂസ് ഓഫ് ഹൈ ഈൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ്, HIV സീഡ്സുകൾ, യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പിന്നെ ആഡിക്വേറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, യൂസ് ഓഫ് മോഡേൺ അല്ലെ മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ, പിന്നെ 5 യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ്, പ്രാണികളെയും കീടങ്ങളെയും കൊല്ലുന്നതിന് ആവശ്യമായിട്ടുള്ള കീടനാശിനികൾ ആണ് പെസ്റ്റിസൈഡ്സും പെറ്റ്സും ഇൻസെക്ട്സ് അതിനെ നശിപ്പിക്കണം. പെസ്റ്റിസൈഡ്സ് പെറ്റ്സിനെ നശിപ്പിക്കും, ഇൻസെക്ടിസൈഡ്സ് ഇൻസെക്ട്സുകളെ നശിപ്പിക്കും. ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യും. അതാണ് ഗ്രീൻ റെവല്യൂഷൻ. പക്ഷേ ഈ ഗ്രീൻ റെവല്യൂഷനിൽ ഇപ്പോൾ കുറേ നേട്ടമുണ്ടായി. എന്തൊക്കെ നേട്ടമാണ് ഗ്രീൻ റെവല്യൂഷൻ ഉണ്ടായത്? എന്തൊക്കെ കോട്ടങ്ങളുണ്ടായി? നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ട്. എന്തൊക്കെ നേട്ടങ്ങളാണ് ഗ്രീൻ റെവല്യൂഷൻ വഴി ഉണ്ടായത്? എന്തൊക്കെ കോട്ടങ്ങളുണ്ടായി? അത് നമുക്ക് പരിശോധിക്കാം. ഗ്രീൻ റെവല്യൂഷൻ നേട്ടങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്. പിന്നെ നേട്ടങ്ങളും കോട്ടങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. മെറിറ്റ്സ് ആൻഡ് ഡി അത് ചോദിക്കാൻ ചോദ്യമാണ്. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. റെവല്യൂഷൻ മെറിറ്റുകൾ എന്താണ്, ഡിമെറിറ്റ്സുകൾ എന്താണ് ചോദിക്കാവുന്ന ഒരു പ്രശ്നമാണ്. മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അപ്പൊ ഇതിന്റെ മെറിറ്റ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഈ ഗ്രീൻ റെവല്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ അല്ലെ. ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കുണ്ടായ മെറിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഗ്രീൻ റെവല്യൂഷൻ മെറിറ്റ് എന്ന് പറയാൻ പറ്റും. ഇൻട്രൊഡ്യൂസ്ഡ് എ നമ്പർ ഓഫ് മോഡേൺ ഫാമിംഗ് മെത്തേഡ്സ്. പുതിയ ഫാമിംഗ് മെത്തേഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഭയങ്കരമായ മെറിറ്റാണ്. ഔട്ട്പുട്ട് ഭയങ്കര ജമ്പ് ചെയ്യുന്ന ഒരു കാരണം അതാണ്. ട്രാക്ടറുകൾ അല്ലെ, ട്രാക്ടറുകൾ ഉപയോഗിച്ച് ഭയങ്കര മാറ്റമാണ്. പ്ലവും മുള്ളക്കൊക്കെ മാറി. സോയിൽ മെഷീൻ, ട്രാക്ടേഴ്സ്, ഹാർവെസ്റ്റിംഗ്, ത്രഷർ ഉപയോഗിച്ചു. ഇതൊക്കെ പുതിയ പുതിയ മെഷീൻസുകളാണ്. അപ്പൊ അത് ഒരു മാറ്റമാണ്, മെറിറ്റാണ്. ഹൈ ഈൽഡിങ് വെറൈറ്റി ഓഫ് സീഡ്സ് ഉപയോഗിച്ചു. അപ്പൊ ഹൈ ഈൽഡ് വന്നു, ഹയർ ഈൽഡ് കൂടി. ബിക്കോസ് ഓഫ് ദ യൂസ് ഓഫ് HIV സീഡ്സ്. HIV സീഡ്സ് ഉപയോഗിച്ചപ്പോൾ ഈൽഡ് കൂടി.
ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സുകൾ ഉപയോഗിച്ചത്. ഇപ്പോൾ ഒരുപാട് ഉത്പാദനം കൂടി, പ്രൊഡക്ഷൻ, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഹാസ് ഇൻക്രീസ്. അറ്റൈനിങ് മാർക്കറ്റഡ് സർപ്ലസ്, അങ്ങനെ ഒരു സംഭവം. ഈ മാർക്കറ്റ് സർപ്ലസ് നിന്നാണ് നമ്മളെ സെൽഫ് കൺസംഷൻ കഴിഞ്ഞ ശേഷം വിൽക്കാനുള്ളത് കൂടെ കിട്ടും. പണ്ടാണെങ്കിൽ സെൽഫ് കൺസംഷൻ പോലും കിട്ടിയില്ല അല്ലെ. സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആയിരുന്നു പണ്ടുണ്ടായത്. ജീവിക്കാൻ പോലും ഉതകുന്ന രീതിയിലുള്ള അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് കിട്ടാത്തൊരവസ്ഥയായിരുന്നു പണ്ട്. പക്ഷെ അപ്പം അത് മാറി. മാർക്കറ്റഡ് സർപ്ലസ് ഉണ്ടാക്കി. മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയും. ഈ മാർക്കറ്റ് സർപ്ലസ് നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം. നമുക്ക് സെൽഫ് കൺസംഷൻ മൈനസ് ചെയ്യുന്നുണ്ട് അല്ലെ. മൊത്തം കിട്ടിയ അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽഫ് കൺസംഷൻ. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ മൈനസ് സെൽഫ് കൺസംഷൻ, അതാണ് മാർക്കറ്റ് സർപ്ലസ്. അതിനൊരു ഒരു ഇക്വേഷൻ കൊടുക്കണം. ടോട്ടൽ പ്രൊഡക്ഷൻ മൈനസ് സെൽഫ് കൺസംഷൻ, ദാറ്റ് ഈസ് മാർക്കറ്റ് സർപ്ലസ്. അപ്പൊ ആ എക്സസ് ആയി കിട്ടുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് വിൽക്കാം, വിറ്റ് കാശാക്കാം. ആണ് മാർക്കറ്റ് സർപ്ലസ് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ ബഫർ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തു. ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ബഫർ സ്റ്റോക്ക് ഉണ്ടായി. ഈ അധികം വരുന്ന അഗ്രിഗേറ്റ് പ്രൊഡ്യൂസ് ഗവൺമെന്റ് സംഭരിക്കും, കളക്ട് ചെയ്യും. അതാണ് ബഫർ സ്റ്റോക്ക്. എന്നിട്ട് അല്ലെ അത് ഷോർട്ടേജ് വരുന്ന സമയത്ത് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഫാമിനോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അല്ലെ വരൾച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഷോർട്ടേജ് വരുമ്പോൾ ഇത് സപ്ലൈ ചെയ്യും. ബഫർ സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ നല്ലൊരു മാർഗമാണ് ബഫർ സ്റ്റോക്ക്. നല്ലൊരു അല്ലെ കാര്യമായിരുന്നു. ബഫർ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യും ഫുഡ് ഗ്രെയിൻസിൻ്റെ. പിന്നെ ലോ ഇൻകം ഗ്രൂപ്പിന് വലിയ ബെനിഫിറ്റ് ഉണ്ടാക്കി. ബെനിഫിറ്റ് ലോ ഇൻകം, വളരെ താഴ്ന്ന വരുമാനമുള്ള ആളുകൾക്ക് വളരെ ബെനിഫിറ്റ് ഉണ്ടാക്കി. ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട 5 എണ്ണം പറഞ്ഞു. 5 ഒന്നൊക്കെ എന്താണ്, മോഡേൺ എക്യുപ്മെന്റ്സ് വർ ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ദെർബൈ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഹാസ് ഇൻക്രീസ്ഡ്. പിന്നെ ഹൈ ഈൽഡ്, ഹൈ പ്രൊഡക്ഷൻ, ജമ്പ് ഇൻ പ്രൊഡക്ഷൻ ഡ്യൂ ടു ദി ആപ്ലിക്കേഷൻ HIV സീഡ്സ് അപ്ലൈയബിൾ. പിന്നെ അറ്റൈനിങ് മാർക്കറ്റ് സർപ്ലസ്, ടോട്ടൽ പ്രൊഡക്ഷൻ മൈനസ് സെൽഫ് കൺസംഷൻ, ബാക്കിയുള്ളത് ഒരു മാർക്കറ്റിൽ വിറ്റു. അങ്ങനെ ഇൻകം വർദ്ധിച്ചു അല്ലേ. ബഫർ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തു. ഇതെല്ലാം ഇതിൻ്റെ പേര്. പക്ഷെ ഡീമെറിറ്റുകളും എന്താണ് അതിൽ ഏറ്റവും പ്രധാന ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇന്റർ ക്രോപ്പ് ഇംബാലൻസസ്. എല്ലാ ക്രോപ്പിലും ഇൻക്രീസ് ഉണ്ടായില്ല. പ്രധാനമായിട്ട് ഇതിൽ ഊന്നൽ നമുക്ക് ഇൻക്രീസ് ഉണ്ടായ 2 ക്രോപ്പ് എന്ന് പറയുന്നത് വീറ്റും റൈസുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ വർദ്ധിച്ചത് വീറ്റിന്റെ പ്രൊഡക്ഷനാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ക്രിട്ടിക്സ് പറഞ്ഞത് വീറ്റ് റവല്യൂഷൻ പറയുന്നത് നല്ലതെന്ന് പറഞ്ഞു അല്ലേ. വീറ്റിലാണ് പ്രൊഡക്ഷൻ കൂടിയത്. അപ്പൊ ഇന്റർ ക്രോപ്പ് ഇംബാലൻസ് വന്നു ഇവിടെ. പിന്നെ റീജിയണൽ ഡിസ്പാരിറ്റി ഉണ്ടായി. അപ്പൊ വീട്ടിൽ മറ്റേ മില്ലറ്റ്സിലൊന്നും വലുതായിട്ട്, മില്ലറ്റ്സ് എന്ന് പറയുന്നത് ജോബർ, ബജർ അങ്ങനെയൊക്കെയുള്ള കുറെ ഇതുണ്ട്. അതിലൊന്നും വലിയ വർധനവ് ഉണ്ടായില്ല. അതേസമയം വീറ്റിലും റൈസിലും ഉണ്ടായി. പക്ഷെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. അപ്പം അവിടെ ഇംബാലൻസ് വന്നില്ലേ, അതില് ഇന്റർ ക്രോപ്പ് ഇംബാലൻസ് വന്നു. പിന്നെ റീജിയണൽ ഡിസ്പാരിറ്റി ഉണ്ടാക്കി. എന്നാൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഈ ഗ്രീൻ ഡെവലപ്മെന്റ് മെച്ചം വന്നുള്ളൂ, ചില ഏരിയകളിൽ മാത്രം. മോസ്റ്റ് അഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഹരിയാന അല്ലെ, പഞ്ചാബ്, വെസ്റ്റേൺ UP, നോർത്ത് സൈഡിൽ, സദേൺ സൈഡിൽ ആന്ധ്രാപ്രദേശ് അല്ലെ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് അങ്ങനെയുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമേ മെച്ചമുണ്ടാകും. ബാക്കിയുള്ളത്തെ മെച്ചമില്ല. അപ്പൊ അവിടെ എന്ത് വന്നു, റീജിയണൽ ഡിസ്പാരിറ്റി വന്നു. ഗ്രീൻ റൂൾസ് കൊണ്ട് മെച്ചം കിട്ടിയ വളരെ കുറച്ച് സംസ്ഥാനങ്ങളേ ഉള്ളൂ. മറ്റു സംസ്ഥാനങ്ങളൊന്നും മെച്ചം കിട്ടിയതുണ്ട്. അപ്പൊ അതൊരു ഡിഫക്റ്റ് അല്ലേ അല്ലേ, അത് നമുക്ക് ഡിഫക്റ്റ് ആയിട്ട് പറയാം. അപ്പൊ ഇന്റർ ക്രോപ്പ് ഇംബാലൻസ് വന്നു, ഇന്റർ റീജിയണൽ ഡിസ്പാരിറ്റി വന്നു, അല്ലെ ഇംബാലൻസ്. ഇത് നമുക്ക് പറയാവുന്നത് അൺഎംപ്ലോയ്മെന്റ്, ലെഡ് അൺഎംപ്ലോയ്മെന്റ്. ഇത് അൺഎംപ്ലോയ്മെന്റിലേക്ക് വഴിതെളിച്ചു. കാര്യം എന്താ, എന്തുകൊണ്ട് അൺഎംപ്ലോയ്മെന്റ് വന്നത്? ഫാം മെക്കനൈസേഷൻ ക്രിയേറ്റഡ് വൈഡ്സ്പ്രെഡ് അൺഎംപ്ലോയ്മെന്റ്. അത് മെക്കനൈസേഷൻ വന്നില്ലേ, മെഷീൻസ് അല്ലേ അപ്ലൈ ചെയ്തത്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് മെത്തേഡല്ലേ അപ്ലൈ ചെയ്തത്. അപ്പം ജോലിയില്ലാതെ അല്ലെ, ലേബർ ഫോഴ്സിന് ജോലിയില്ല, എല്ലാം മെഷീൻ അങ്ങ് ചെയ്തോളുമല്ലോ. കർഷകർ ചെയ്തോളും ജോലിയൊക്കെ മെഷീൻ അങ്ങ് ഏറ്റെടുത്തു. പിന്നെ കർഷകർക്കാണ് ജോലി. അൺഎംപ്ലോയ്മെന്റ് വെളിച്ചു മോസ്റ്റ് മോഡേൺ മെത്തേഡ്സ് അപ്ലൈ ചെയ്തപ്പോൾ, എക്യുപ്മെന്റ്സ് അപ്ലൈ ചെയ്തപ്പോൾ. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉപയോഗിച്ചല്ലോ, അത് പൊല്യൂറ്റഡ് ഗ്രൗണ്ട് വാട്ടർ മഴയൊക്കെ പെയ്യുമ്പോൾ ഇത് വേണ്ടി കലരും, വെള്ളത്തിൽ കലരുമ്പോൾ പൊല്യൂറ്റഡ് ആവും. പൊല്യൂഷൻ അപ്പോൾ ഒരു തരത്തിലുള്ള എൻവയോൺമെന്റൽ ആയിട്ടുള്ള അല്ലെ ഡീഗ്രേഡേഷൻ പോലെ അല്ലെ അവിടെ ഉണ്ടായെന്ന് പറയും.
പൊല്യൂഷനിലേക്ക് വഴിതെളിച്ചു അല്ലേ? വാട്ടർ പൊല്യൂഷൻ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൊണ്ട് മിക്സായി. പിന്നെ അതിൽ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും അതുപോലെ തന്നെ അതും പൊല്യൂഷൻ ഉണ്ടാക്കും ഇല്ലേ? കീടനാശിനികളൊക്കെ. ഇപ്പൊ DDT ഒക്കെ, ഉറുമ്പിനൊക്കെയുള്ള DDT പോലും നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, ശ്വാസം മുട്ടി. പിന്നെ എൻഡോസൾഫാന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ കാസർഗോഡ് ജില്ലയെ നാശം ധരിച്ച ഒരു സാധനമാണ് എൻഡോസൾഫാൻ. അത് പൂർണ്ണമായും നിരോധിച്ചു, ഞാൻ പറയണം. അപ്പൊ അതുള്ള പെസ്റ്റിസൈഡ്സ് ഇൻസെക്ടിസൈഡ് ഭയങ്കര ദോഷകരം അല്ലേ? ഹെൽത്തിനെ ബാധിക്കും നമ്മുടെ. അതോടൊപ്പം തന്നെ അതും പൊല്യൂഷൻ ഉണ്ടാകും, ഒരുപാട് സൈഡ് എഫക്ട്സുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്, റിച്ച് ഫാർമേഴ്സിന് മാത്രം അല്ലെ ബെനിഫിറ്റ്. അപ്പൊ ഇന്നീക്വാളിറ്റി ഉണ്ടാക്കുക, ഇന്റർപേഴ്സണൽ ഇന്നീക്വാളിറ്റി എന്ന് പറയും. റിച്ച് ഫാർമേഴ്സ് ഓൺലി ബെനിഫിറ്റ്, മാർജിനൽ സ്മാൾ ഫാർമേഴ്സ് ഉണ്ട്, അവർക്ക് ബെനിഫിറ്റ് കിട്ടിയത്. കാരണം റിച്ച് ഫാർമേഴ്സ് മാത്രം ഫിനാൻഷ്യൽ റിസോഴ്സ് ഉണ്ടായിരുന്നു, അവന് കൂടുതൽ മേടിക്കാൻ പറ്റി അല്ലെ? പുതിയ പിന്നെ HIV സീഡ്സുകൾ അതുപോലെ അപ്ലൈ ചെയ്യാൻ കഴിയും. അതുപോലെ പുതിയ മെത്തേഡുകളുണ്ടല്ലോ, പുതിയ ന്യൂ മെത്തേഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ അവനെ കഴിയുള്ളൂ. അവന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികം ഉണ്ട് അതിന് അല്ലെ? പാവപ്പെട്ടവൻ അതില്ല. അപ്പൊ റിച്ച് ഫാർമേഴ്സ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത്. ഇതൊക്കെ ഇതിന്റെ വളരെ അപാകതകളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അവിടെ നമുക്ക് അവസാനിക്കുന്നു. ഇനി നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് പോകും, ഇൻഡസ്ട്രിയൽ ഗ്രോത്തിലേക്ക് പോകുന്നു. അഗ്രികൾച്ചറിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇൻഡസ്ട്രിയിലും ട്രേഡും കൂടെ തീരും. ഇൻഡസ്ട്രീസ്. അപ്പൊ ഇൻഡസ്ട്രീസ് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഈ ഇൻഡസ്ട്രികളൊന്നും തന്നെ അല്ലെ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഒട്ടും ഇല്ലായിരുന്നു നമുക്ക് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അല്ലെ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഒട്ടും തന്നെ ഇല്ലായിരുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയും ട്രേഡുമാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അത് ആദ്യം നമ്മൾ ഇൻഡസ്ട്രി പരിശോധിക്കുക. ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സ്റ്റേബിൾ എംപ്ലോയ്മെന്റ് അഗ്രികൾച്ചർ എംപ്ലോയ്മെന്റ് സ്റ്റേബിൾ അല്ല, കാരണം സീസണൽ ആണ് കൂടുതൽ. അഗ്രികൾച്ചർ വർക്കൊക്കെ സീസണലാണ് അല്ലെ, സീസണലേ ഉള്ളൂ. അതേസമയം ഇതങ്ങനെയല്ല, ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു ഇൻഡസ്ട്രി. പ്രൊമോട്ട്സ് മോഡേണൈസേഷൻ, ഓവറോൾ പ്രോസ്പെരിറ്റി. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് പ്രോസ്പെരിറ്റി ഉണ്ടാവും, ജനങ്ങളുടെ ജീവന നിലവാരം ഉയരും, കൂടുതൽ അവർക്ക് അല്ലെ കൂടുതൽ വരുമാനം കിട്ടും, ലേബർ ഫോഴ്സിന് മോഡേണൈസേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കും, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ പവർ പ്ലാന്റ്സ് അതുകൊണ്ട് എന്ത് ചെയ്തു? പവർ പ്ലാന്റ്സ് റിയലി അല്ലെ പ്ലേസ്ഡ് എ ലോട്ട് ഓഫ് എംഫസിസ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വലിയ എംഫസിസ് കൊടുത്തു പവർ പ്ലാന്റ്. അവിടെ പബ്ലിക്കും പ്രൈവറ്റ് സെക്ടർ ഡെവലപ്മെന്റ് ആണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കൊടുത്തത്. പബ്ലിക് സെക്ടറും വേണം, കൂടുതൽ ഊന്നൽ പബ്ലിക് സെക്ടർ കൊടുക്കണം. പ്രൈവറ്റ് സെക്ടറിന് അത്ര ഊന്നൽ കൊടുക്കാൻ പാടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, നമ്മുടെ പോളിസി തന്നെ അതായിരുന്നു. നമ്മൾ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ അങ്ങനെയാണ് വന്നത്, പബ്ലിക് സെക്ടർ കൂടുതൽ എംഫസിസ് കൊടുത്തുകൊണ്ടുള്ള. എന്നാൽ പ്രൈവറ്റ് സെക്ടറിനെ ഒരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നില്ല, അവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ്. പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് രണ്ടോലെ സ്റ്റേറ്റ് ഹാവ് ടു പ്ലേ ആൻ എക്സ്റ്റൻസീവ് റോൾ. കണ്ടോ, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ സ്റ്റേറ്റിനാണ് ഏറ്റവും പ്രാധാന്യം, എക്സ്റ്റൻസീവ് റോളാണ് സ്റ്റേറ്റിന് കൊടുത്തത്. കണ്ടോ, അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം. The state would have a complete control on those industries that were vital for the economy. ഇക്കോണമി ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയിൽ സ്റ്റേറ്റ് മാത്രമേ കൺട്രോൾ ചെയ്യൂ. വൈറ്റൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഇൻഡസ്ട്രികൾ മാത്രം ഗവൺമെന്റ് മാത്രം കൈകാര്യം ചെയ്യും, അത് പ്രൈവറ്റിൽ കൊടുക്കുകയില്ല. അല്ലേ? അപ്പൊ നമുക്ക് നമ്മൾ സെക്കൻഡ് പ്ലാനിലൊക്കെ ഭയങ്കരമായിട്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കൊടുത്ത പ്ലാനാണ് സെക്കൻഡ് പ്ലാൻ. 56-61 വന്ന പ്ലാനാണ് സെക്കൻഡ് പ്ലാൻ. ഏറ്റവും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ഫസ്റ്റ് പ്ലാനിൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആണ് ഊന്നൽ കൊടുത്തത്. ഫസ്റ്റ് ഫെയർ പ്ലാൻ. സെക്കൻഡ് ഫെയർ പ്ലാൻ ഗവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രിയലൈസേഷൻ. അതെ, അപ്പൊ അത് ഭയങ്കരമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടി ഊന്നൽ കൊടുത്ത ഒരു പദ്ധതിയാണ് സെക്കൻഡ് ഫെയർ പ്ലാൻ. അപ്പൊ അത് മനസ്സിലാക്കി. അപ്പൊ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞാൽ 48 ഒരു ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ 56 ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവന്നു. അത് വളരെ പ്രധാനമാണ്. സ്റ്റേറ്റിന് ഏറ്റവും കൂടുതൽ റോള് വേണമല്ലോ അല്ലെ. വിത്ത് ദ ഗോൾ ഓഫ് സ്റ്റേറ്റ് കൺട്രോളിങ് ദ കമാൻഡിങ് ഹൈറ്റ്സ് പറഞ്ഞു സ്റ്റേറ്റ്. അപ്പൊ ആ ഒരു ഗോളിലേക്ക് വരാൻ വേണ്ടി
ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ IPR 56 നമ്മൾ അഡോപ്റ്റ് ചെയ്തു. അത് ബേസിസ് ഓഫ് സെക്കൻഡ് ഫെയർ പ്ലാൻ. സെക്കൻഡ് ഫെയർ പ്ലാനിന്റെ ബേസിസ് ആയിരുന്നു. 56 സെക്കൻഡ് ഫെയർ തുടങ്ങുന്നത്. 56 അല്ലെ, 61. അപ്പോൾ ആ കാലഘട്ടം അപ്പോൾ തന്നെ നമ്മൾ ഈ പോളിസിയും കൊണ്ട് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ IPR 56. അതിന്റെ പ്രത്യേകതകൾ നോക്കാം. 3 സെക്ടറായിട്ട് തിരിച്ചു. കാറ്റഗറി ABC 3 തിരിച്ചു. ഈ എയില് ഫസ്റ്റ് കാറ്റഗറി കംപ്രൈസ് 17 ഇൻഡസ്ട്രീസ്, 17 ഇൻഡസ്ട്രികൾ ഉണ്ടായിരുന്നു. വിച്ച് വുഡ് ബി എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ്. അത് സ്റ്റേറ്റ് മാത്രം ഓൺ ചെയ്യും, വേറെ ആർക്കും കൊടുക്കില്ല. എക്സ്റ്റെൻസീവ്ലി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ്. അതിലിപ്പോൾ ഇതൊക്കെ വരും. അതാ ഡിഫൻസ് ഇൻഡസ്ട്രി അല്ലെ, അറ്റോമിക് എനർജി, റെയിൽവേസ്, എയർ ട്രാൻസ്പോർട്ട്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രികൾ, ഇതൊക്കെ ഇതിൽ വരുന്നു. പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, അത് സ്ട്രാറ്റജി ഇമ്പോർട്ടൻസ് ഉള്ളതായിരുന്നു. അതെല്ലാം പബ്ലിക്കിന് മാത്രം. സെക്കൻഡ് കാറ്റഗറി 12 ഇൻഡസ്ട്രീസ് in which private sector could supplement the efforts of the state sector. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ സപ്ലിമെന്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജോയിന്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടർ സപ്ലിമെന്റ് ചെയ്യാമെങ്കിലും സ്റ്റേറ്റ് ടേക്കിംഗ് ദ സോൾ റെസ്പോൺസിബിലിറ്റി ഫോർ സ്റ്റാർട്ടിങ് ന്യൂ യൂണിറ്റ്സ്. പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റേറ്റിനെ. അങ്ങനെ സെക്കൻഡ് കാറ്റഗറി അവിടെ ജോയിന്റ് എന്ന് പറയും അല്ലെ, ജോയിന്റ് സെക്ടർ. രണ്ടും കൂടെ കൈകോർത്ത് പിടിച്ചു, പബ്ലിക്കും പ്രൈവറ്റ്. തേർഡ് കാറ്റഗറി റിമൈനിങ് ബാക്കിയുള്ള ഇൻഡസ്ട്രികളല്ല. അതിൽ പ്രധാനമായിട്ട് ഇതൊക്കെ വരും. കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് അല്ലെ, ഷുഗർ, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രി, അതൊക്കെ തേർഡ് കാറ്റഗറി. പ്രൈവറ്റ് സെക്ടർ സ്റ്റേറ്റ് കണ്ടോ, അത് കംപ്ലീറ്റ് സ്റ്റേറ്റിന്റെ അല്ല. പക്ഷെ പ്രൈവറ്റ് സെക്ടർ കൊടുത്തെങ്കിലും എന്തുകൊണ്ട് നോ ന്യൂ ഇൻഡസ്ട്രി വാസ് അലൗഡ് അൺലെസ് എ ലൈസൻസ് വാസ് ഒബ്ടൈൻഡ്. എന്താ ഗവൺമെന്റിന് ലൈസൻസ് ഉണ്ടെങ്കിൽ പുതിയ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് ലൈസൻസ്. അതുപോലെ തന്നെ അതിന്റെ അപ്ലിഫ്റ്റ്, അതിന്റെ എക്സ്പാൻഷനൊക്കെ വേണമെങ്കിലും ഗവൺമെന്റിന് അനുമതി. മനസ്സിലായോ? പുതിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അനുമതി. മറ്റേ പൂർണ്ണമായിട്ടും പ്രൈവറ്റ് സെക്ടർ തന്നെ കൊടുത്തു. പ്രൈവറ്റ് സെക്ടർ കൊടുത്തെങ്കിലും അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് സിസ്റ്റം ഓഫ് ലൈസൻസും വേണമെന്നും ഉണ്ടായി. സ്റ്റേറ്റ് കൺട്രോളിലായിരുന്നു സിസ്റ്റം ഓഫ് ലൈസൻസ് ഡ്രോജ് എന്ന് പറഞ്ഞു. ലൈസൻസ് വേണമായിരുന്നു. അതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കൊണ്ടുപോകും. അപ്പൊ ഈ പോളിസിയിൽ നമ്മൾ പ്രധാനമായിട്ട് വേറൊരു കാര്യം ചെയ്തത്, നമുക്ക് ബാക്ക്വേർഡ് റീജിയനിലൊക്കെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വേണം അല്ലെ. പ്രൊമോട്ട് ഇൻഡസ്ട്രി ദ ബാക്ക്വേർഡ് റീജിയൻ. ബാക്ക്വേർഡ് റീജിയനിലൊക്കെ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ലൈസൻസ് കിട്ടും. It was easier to obtain license to start an industry in the backward region. കാരണം ബാക്ക്വേർഡ് ഏരിയയിലൊക്കെ ഇൻഡസ്ട്രി കുറവായിരുന്നു. വലിയ സിറ്റികളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഇൻഡസ്ട്രി. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് കേട്ടോ കൺസെഷൻ കൊടുത്തു. ടാക്സ് ബെനിഫിറ്റുകൾ, ഇലക്ട്രിസിറ്റി, ലോവർ ടാരിഫ് റേറ്റുകൾ, അതെല്ലാം. അപ്പൊ റീജിയണൽ ഇക്വാളിറ്റി ഉണ്ടാക്കിയത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ലക്ഷ്യം. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുത്തത് സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം. ലേബർ ഇന്റൻസീവ് മെത്തേഡ്. 1955 നമ്മൾ വില്ലേജ് ആൻഡ് സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്ത് ആ കമ്മിറ്റി പേര് കാർവേ കമ്മിറ്റി എന്ന് പറയും. അവിടെ സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം കൊടുത്ത കമ്മിറ്റിയാണ് കാർവേ കമ്മിറ്റി. അതുപോലെ 55 ഒരു കമ്മിറ്റി കൊണ്ടുപോകുന്നു. കമ്മിറ്റിയുടെ പേരെന്താണ്? വില്ലേജ് ആൻഡ് സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വില്ലേജ് ആൻഡ് സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി വാസ് formed in the year 1955. This committee is known as Carvey Committee. ഇവിടെ സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യുന്നത് റൂറൽ ഡെവലപ്മെന്റ്. സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് എന്താണ്? ഡിഫൈൻ ദ റെഫറൻസ് ഓഫ് മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് അലൗഡ് ഓൺ ദ അസറ്റ്സ് ഓഫ് എ യൂണിറ്റ്. ഒരു യൂണിറ്റ് അസറ്റ്സുകൾക്ക് അലോ ചെയ്യാവുന്ന മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് വെച്ചുകൊണ്ടാണ്. അതിൽ ലിമിറ്റ് ഉണ്ടായിരുന്നു. അത് ചേഞ്ച് ചെയ്ത് നോക്കൂ. ചേഞ്ച്ഡ് ഓവർ ടൈം അല്ലേ. അതായത് 50 a small scale industry was one which invested a maximum of ₹5 lakhs. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഇൻഡസ്ട്രികളെ സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രി എന്നാണ് അറിയപ്പെട്ടത് 50കളിൽ. പിന്നെ അത് മാറ്റി
പിന്നെ എന്ത് ചെയ്യുന്നറിയോ, മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, അത് 1 കോടിയായി. ഇപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ 5 crores ആണ് %. 5 കോടി 5 കോടി രൂപ മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് വരുന്നതല്ല സ്മാൾ സ്കെയിൽ. അതിന് മുകളിൽ വരുന്നതൊക്കെ ലാർജ് സ്കെയിൽ. അത് തുടങ്ങുന്നതായിട്ടാണ് 5 ലക്ഷം തവണ തുടങ്ങി, 5 ലക്ഷം തുടങ്ങി 5 കോടിയായി മാറി കേട്ടോ. അതാണ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി. അപ്പൊ ഈ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി കൊണ്ട് അല്ലെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഈ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി ഏറ്റവും പറഞ്ഞ നേട്ടം എന്ന് പറഞ്ഞാൽ ഇത് ലേബർ ഇൻഡസ്ട്രി മെത്തേഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി അതായത് കൂടുതൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം അല്ലെ, അതാണ് ഏറ്റവും വലിയ നേട്ടം. സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി ഏറ്റവും വലിയ നേട്ടമാണ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടുന്നു, എംപ്ലോയ്മെന്റ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ലേബർ ഇൻഡസ്ട്രി മെത്തേഡ് ആണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. വിത്ത് എ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ് ക്യാൻ ബി സ്റ്റാർട്ടഡ് അല്ലെ. ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ പാവപ്പെട്ടവർക്കും ഇത് തുടങ്ങാം അല്ലെ, നടത്താം. വലിയ പൈസ ഒന്നും ഇല്ലാത്തവർക്ക് പോലും അല്ലെ, വലിയ ഫണ്ടൊന്നും ഇല്ലാത്തവർക്ക് പോലും ഇത് ചെയ്യാം. പിന്നെ റൂറൽ ഡെവലപ്മെന്റിലേക്ക് വഴിതെളിക്കും, അത് ഏറ്റവും പ്രധാനം. കൂടുതൽ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി എല്ലാം ലൊക്കേറ്റ് ചെയ്യുന്ന റൂറൽ ഏരിയസിലാണ് അല്ലെ. റൂറൽ ഡെവലപ്മെന്റ് അത് സാധ്യമാണ്. ഒരു തരം ഇക്വാലിറ്റി വരും, റീജിയണൽ അല്ലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വരും. ഇതൊക്കെ ഇതിന് നേട്ടങ്ങളായിട്ടാണ്. റീജിയണൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വരും, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടും. ഈ തരത്തിലുള്ള റീജിയണൽ ഡെവലപ്മെന്റ് ഉണ്ടാകും. റൂറൽ ഏരിയസ് ഭയങ്കരമായി ഡെവലപ്പ് ചെയ്യും, സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഇന്ന് നേട്ടങ്ങളാണ്. ടൈനി യൂണിറ്റ്സുകൾ അല്ലെ. ഈ ടൈനി യൂണിറ്റ്സുകൾക്ക് 25 lakhs ആണ് ലിമിറ്റ് വന്നത്. അതിനും കൂടെ പറ്റത്തില്ല, ഒന്നും കൂടെ ഉള്ളു. അപ്പൊ ലാസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ട്രേഡ് പോളിസി. ഈ ട്രേഡ് പോളിസി ഈ ചാർട്ട് ചെയ്യുകയാണ്. ഈ ട്രേഡ് പോളിസി പറയുന്നത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ട്രേഡ് പോളിസി എന്ന് പറയുന്നത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇൻഡസ്ട്രിയൽ പോളിസി ദാറ്റ് ബി അഡോപ്റ്റഡ് വാസ് ക്ലോസ്ലി റിലേറ്റഡ് ട്രേഡ് പോളിസി. ഇൻഡസ്ട്രിയൽ പോളിസിയും ട്രേഡ് പോളിസി എന്ന് പറയുന്നത് റിലേഷൻ ഉണ്ട്. മനസ്സിലായോ? നമ്മുടെ ഫസ്റ്റ് 7 പ്ലാൻ വരെ ട്രേഡ് വാസ് ക്യാരക്ടേഴ്സ് ബൈ കോമൺലി നോൺ ആസ് ഇൻവേർഡ് ലുക്കിംഗ് ട്രേഡ് പോളിസി. നമ്മുടെ സ്റ്റേറ്റ് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, ഇൻവേർഡ് ലുക്കിംഗ്. നമ്മുടെ രാജ്യത്തിന്റെ അല്ലെ, രാജ്യത്തിനകം നോക്കണം. ഇൻവേർഡ് ലുക്കിംഗ് രാജ്യത്തിന് ഡെവലപ്മെന്റിലേക്ക് കൂടുതൽ കൊടുത്തുകൊണ്ടുള്ള രാജ്യത്തിന് ഡെവലപ്മെന്റ് വരും. അതിനെ നമുക്ക് പറയാം ടെക്നിക്കലി ദി സ്ട്രാറ്റജി ഈസ് കാൾഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ സ്ട്രാറ്റജി എന്ന് പറയും. അപ്പൊ നമ്മുടെ ട്രേഡ് സ്ട്രാറ്റജിയുടെ പേര് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതിലെ പ്രധാന എയിം എന്താണ്? റീപ്ലേസിങ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇമ്പോർട്ട്സ് വിത്ത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ വഴി ഇമ്പോർട്ടുകളെ റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇമ്പോർട്ടുകൾ പരമാവധി കുറയ്ക്കുക. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളൊക്കെ നമ്മുടെ രാജ്യത്തിനകത്ത് എക്സ്പോർട്ട്, നമ്മുടെ രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുക. We should produce those goods that we were imported within our country. അതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇമ്പോർട്ടുകളെല്ലാം അല്ലെ കുറച്ചുകൊണ്ട് ആ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ സെൽഫ് റിലയൻസും വരുന്നു അല്ലെ. അതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി എയിംസ് റീപ്ലേസിംഗ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇമ്പോർട്ട്സ് വിത്ത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. അപ്പൊ ഈ പോളിസിയുടെ ഏറ്റവും വലിയ നേട്ടം പ്രൊട്ടക്ട് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ. ഫോറിൻ മത്സരത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. പ്രൊട്ടക്ഷൻ ഫ്രം ഇമ്പോർട്ട്സ് ടു ഫോംസ്, 2 ഫോമുകളുണ്ടായിരുന്നു. ഒന്ന് താരിഫ്, വേറൊന്ന് കോട്ടാസ്. ഈ 2 മാർഗങ്ങളാണ് അപ്ലൈ ചെയ്തത്. താരിഫ് എന്ന് പറയുന്നത് ടാക്സ് ഇമ്പോസ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ചുമത്തുന്ന നികുതികളാണ് താരിഫ്. അപ്പൊ താരിഫ് എന്താണ് അല്ലെ, താരിഫ് കൂട്ടിയിട്ട് കൊടുത്താൽ മതി, അപ്പൊ ഇമ്പോർട്ട് കുറയും. ഇമ്പോർട്ടിന് വേണ്ട താരിഫ് ഉണ്ടോ, ടാക്സ് കൂട്ടി കൊടുക്കണം. ദാറ്റ് മേക്ക് ഇമ്പോർട്ട് ഗുഡ്സ് ഉണ്ടോ മോർ എക്സ്പെൻസീവ്, ഡിസ്കറേജ് ദെയർ യൂസ്. അപ്പൊ അതിന്റെ യൂസ് കുറയും, ഡിസ്കറേജ് ചെയ്യും, ഇമ്പോർട്ടുകൾ ഡിസ്കറേജ് ചെയ്യും. പിന്നെ കോട്ട ഫിക്സ് ചെയ്യും എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിച്ച് ക്യാൻ ബി ഇമ്പോർട്ടഡ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതിന്റെ അളവ് തീരുമാനിക്കും, സ്പെസിഫൈ ചെയ്യുക, ഫിക്സ് ചെയ്യും, സ്പെസിഫൈ ചെയ്യുക. കോട്ട, അതാണ് കോട്ട. കോട്ട എന്ന് പറയാൻ പറഞ്ഞത്, കോട്ട മീൻസ് സ്പെസിഫൈങ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിച്ച് ക്യാൻ ബി ഇമ്പോർട്ടഡ്. ഇമ്പോർട്ട് ചെയ്യേണ്ട ഗുഡ്സുകളുടെ ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യും, കോട്ട എന്ന് പറയും. പിന്നെ താരിഫ് വഴി ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടി കൊടുക്കും, അങ്ങനെ ഡിസ്കറേജ് ചെയ്യും. അപ്പൊ ഈ 2 മെത്തേഡുകൾ നമ്മൾ അപ്ലൈ ചെയ്ത്, ഈ 2 പോളിസി അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ട്രേഡ് പോളിസിയിൽ കൊണ്ടുവന്ന പോലെ അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള നേട്ടമുണ്ടാക്കി. അങ്ങനെ നമ്മൾ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രികളെ അല്ലെ പ്രൊട്ടക്ട് ചെയ്യുക, അങ്ങനെ ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്നും ഒഴിവാകുക അല്ലെ. അപ്പൊ കോട്ടാസ് വഴി നമുക്ക് എന്ത് ചെയ്തു, റെസ്ട്രിക്ട് ഇമ്പോർട്ട്സ്. കോട്ട വഴി നമ്മൾ ഇമ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്തു. ആൻഡ് പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഫേംസ് ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ. അവിടെയും ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചു. ഇമ്പോർട്ട് ചെയ്യേണ്ട അളവ് നമ്മൾ തീരുമാനിച്ചിരിക്കും, അതിനപ്പുറത്തേക്ക് ഇമ്പോർട്ട് ചെയ്യത്തേയില്ല. അപ്പോൾ കോട്ട ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് ട്രേഡ് പോളിസി, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി എന്ന് പറയും.
അതോടെ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ അവസാനിക്കും. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ പറഞ്ഞ പോയിന്റുകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. സെക്കൻഡ് ചാപ്റ്റർ വേറെ നമ്മൾ പറഞ്ഞില്ല, പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഫയർ പ്ലാൻസിന്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു, ഗോൾസുകൾ പറഞ്ഞു, ഷോർട്ട് ടേമും ലോങ് ടേം പ്ലാനുകളുണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ഓരോ ഫയർ പ്ലാനിലും, പിന്നെ ജനറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ്സ് 4 പറഞ്ഞു. ആ ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഗ്രോത്ത്, മോഡേണൈസേഷൻ, അല്ലെ സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. അതുപോലെ അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഓരോന്ന് ഡെവലപ്മെന്റ്, അഗ്രികൾച്ചർ സെക്ടർ ഡെവലപ്മെന്റ് പറഞ്ഞു, ഇൻഡസ്ട്രിയൽ സെക്ടർ ഡെവലപ്മെന്റ് പറഞ്ഞു, പിന്നെ ട്രേഡ് പോളിസികൾ അല്ലെ, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവിടെ ഗ്രീൻ റെവല്യൂഷന്റെ കാര്യങ്ങൾ, ലാൻഡ് റീഫോംസിന്റെ കാര്യങ്ങൾ ഓർമ്മിക്കണം, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 ഇൻഡസ്ട്രിയുടെ കാര്യം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഗ്രീൻ റെവല്യൂഷൻ വളരെ പ്രധാനമാണ്. ഒരു ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 56 ഒക്കെ എപ്പോഴും ചോദിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. പ്ലാനിങ് എന്താണ്, പ്ലാനിങ്ങിന്റെ ഗോൾസുകൾ, അത് essay ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കുക. ഗോൾസ് ഓഫ് പ്ലാനിങ്. ഓക്കെ, here ends the second chapter of Indian economic development. Okay.